ഓക്കെ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ എല്ലാവരും ഓൾറെഡി ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞു. ശരി, ഓക്കെ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഒരു വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ്. ഇതിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിട്ട് നിർത്തിയാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന്റെ പേര് ASM's മൻ കി ബാത്ത് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മൻ കി ബാത്ത് എന്ന എൻ്റെ ആദ്യത്തെ ഉദ്യമത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ആ, പ്രധാന അതിഥി എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പ്രിയങ്കരിയായ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ഐഷ മേഡം ആണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്താണ് ലക്ഷ്യം വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ സ്പെഷ്യലായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇന്റർവ്യൂ പോലെയാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇന്നത്തെ ഒരു ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഐഷ മേഡത്തിന് നമ്മളോട് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കുറേയധികം ചോദ്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഐഷ മേഡത്തിന് നമ്മളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ നമ്മളോട് പറയാറുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമുക്ക് ഇന്ന് ആരംഭിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഐഷ മേഡത്തിന് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ലീഡേഴ്സിന്റെ പേരിലും വെസ്റ്റേജിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഐഷ മേഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മേഡം. മേഡം, ഞങ്ങൾക്ക് എല്ലാവർക്കും മേഡത്തിനെ അറിയാം. എന്നാലും പുതുതായിട്ട് വെസ്റ്റേജിൽ വന്ന ഒരുപാട് പേര് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു സെഷനിൽ, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് ഐഷ മേഡത്തിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, നല്ല തിരക്കിലായിരുന്നു സാറേ. നമ്മളെ എന്താ പറയാ, പുതിയ ഓഫറൊക്കെ വന്ന് നല്ല തിരക്കിലാണ്. ഓക്കെ, പക്ഷേ ഞാന് ആയിഷ, കർക്കിടംകുന്നില്, പാലക്കാട് ജില്ലയിലെ കർക്കിടംകുന്നിലാണ് എന്റെ ജനനം. കാരായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളും ഉമ്മയും ഉപ്പയായിരുന്നു. ഉപ്പയും ഉമ്മയും പോയി. ഇനി ഞങ്ങൾ 7 മക്കളുണ്ട്. ഒരാണും 6 പെൺമക്കളും. പിന്നെ എന്റെ ഇതെന്ന് പറഞ്ഞാല്, എനിക്ക് 4 മക്കളും ഹസ്ബൻഡ് സുലൈമാങ്ങാക്കയും. സുലൈമാക്ക എന്ന് പറയും ട്ടോ. സുലൈമാങ്ങാക്ക എന്നാണ് പേര്. ഞാൻ സുലൈമാക്ക എന്ന് പറയും. 4 മക്കളുമാണ്. 4 മക്കളില് 2 പെൺമക്കളും 2 ആൺമക്കളും. 9 പേരമക്കളും 4 മരുമക്കളും ആയിട്ടാണ് നിൽക്കുന്നത്. 4 മരുമക്കൾ എന്ന് പറഞ്ഞാൽ 4 മക്കളെ കെട്ടിക്കൊടുന്ന മരുമക്കള് പറയും. അതില് ഒരു മോള് ഷെബിന, അത് എല്ലാവർക്കും അറിയും. ഷെബിന കെബീർ, ഷെബിനാന്റെ ഹസ്ബൻഡാണ് കെബീർ. അവന് പിന്നെ മരുമോന്. അവര് നമ്മളെ വെസ്റ്റേജിലെ ഇപ്പോ ക്രൗൺ ഡയറക്ടറാണ്. ഓക്കെ. ഓക്കെ മാഡം, താങ്ക് യു സോ മച്ച്. അപ്പോൾ മാഡത്തെ ഫാമിലിയെ കുറിച്ചും മാഡത്തെ കുറിച്ചും ഒക്കെ ഇന്ന് എല്ലാവർക്കും അറിയാനായിട്ട് സാധിച്ചു. മാഡത്തിന്റെ ഹസ്ബൻഡ്, അദ്ദേഹത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. സുലൈമാങ്ങാക്ക. സുലൈമാൻ കാക്ക. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ എവിടെ എവിടെ പ്രോഗ്രാമുകൾ ഉണ്ടായാലും ഐഷ മേഡത്തെയും സുലൈമാൻ കാക്കയും അല്ലെങ്കിൽ ഐഷ മേഡത്തെയും മക്കളെ ആരെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മലപ്പുറത്തെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐഷ മേഡം അവിടെ ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും അവിടെ വരുമ്പോഴൊക്കെ ഐഷ മേഡം ഒന്നെങ്കിൽ നോട്ട്സ് എഴുതി എടുക്കാം, അല്ലെങ്കിൽ അന്നത്തെ ആ പ്രോഗ്രാം റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന ക്യാരക്ടറൊക്കെ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ഒരു പ്രോഗ്രാമില് മേഡം ശ്രദ്ധിച്ചു കാണും, പ്രോഗ്രാമിന്റെ ഒരു പേര് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു 6ാം ക്ലാസ്സുകാരിയുടെ വിജയകഥ എന്നുള്ളതാണ്. അപ്പോ വിദ്യാഭ്യാസവും ആ, നമ്മുടെ ഈ ഒരു വെസ്റ്റീജിന്റെ ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വെസ്റ്റീജിന്റെ ഒരു ബിസിനസ്സും മേഡം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വെസ്റ്റ് ഈ ബിസിനസ്സും പിന്നെ പറഞ്ഞാല് എന്താണ്, നമുക്ക് വെസ്റ്റേജ് ബിസിനസ് എന്ന് പറഞ്ഞാല് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒന്നും അറിയില്ലല്ലോ. ഉം. ഒന്നും അറിയില്ല. വെസ്റ്റേജ് നമുക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിയൂല. പക്ഷെ പിന്നീട് ഇങ്ങനെ പോകെ 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 എന്താണ്, ഞാൻ വെസ്റ്റേജിനെ കുറിച്ച് മനസ്സിലാക്കി. വെസ്റ്റേജിനെ കുറിച്ച് മനസ്സിലാക്കി. പിന്നെ വിദ്യാഭ്യാസവും കാര്യം ഒന്നുമില്ലാന്ന് വെച്ചെങ്കിലും അങ്ങനെ എന്താണ് വെസ്റ്റേജ് എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അറിവ് സമ്പാദിച്ചുകൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പറഞ്ഞും കൊടുത്തും അങ്ങനെ ഈ ബിസിനസിനെ മനസ്സിലാക്കിങ്ങാണ്ട് കൊണ്ടുവന്നു. ഓക്കെ. വിജയ അപ്പൊ വിജയ ആ
മ്യൂട്ട് ആക്കണേ. ഷമീറ, അതൊന്ന് ഷമീറ വിലിയം, പ്ലീസ് നിങ്ങളുടെ മൊബൈൽ ഒന്ന് മ്യൂട്ട് ആക്കണം. വിജയ ഓക്കെ. അപ്പം മാഡം, വിദ്യാഭ്യാസം എന്നുള്ളത് ഇതിലൊരു ബാധകമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് വെസ്റ്റേജ് ഒരു ബിസിനസ്സിന് അതിനൊരു അടിസ്ഥാന ഘടകമായിട്ട് വിദ്യാഭ്യാസം കാണുന്നില്ല. ഓക്കെ, മാഡത്തിന് അന്നത്തെ പഠിക്കാനുള്ള സാഹചര്യം 6ാം ക്ലാസ് വരെ ആയതുകൊണ്ട് തന്നെ മാഡത്തിന്റെ ലൈഫിൽ അവിടം വരെ മാത്രമേ പഠിത്തം നടന്നുള്ളൂ. പക്ഷേ വെസ്റ്റേജ് ബിസിനസ്സിന് വിദ്യാഭ്യാസവുമായിട്ട് നമുക്കങ്ങനെ അതിനൊരു അടിസ്ഥാനം എന്ന രീതിയിൽ നമുക്കതിനെ കാണാൻ സാധിക്കില്ല. ഓക്കെ, മാഡം പറഞ്ഞതിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മേഡം, വെസ്റ്റേജിന് വരുന്നതിന് മുമ്പ് മേഡം എവിടെയായിരുന്നു? എന്തായിരുന്നു മേഡത്തിന്റെ ജീവിത ഉപാധികൾ എന്തൊക്കെയായിരുന്നു? സ്റ്റേജില് വരുന്നതിന്റെ മുന്നേ എന്ന് പറഞ്ഞാല് അത് കണ്ട് ആലോചിക്കുമ്പോ തന്നെ എന്താ പറയാ സാറേ, ഞാന് സ്റ്റേജില് വരുന്നതിന്റെ മുന്നേ ഞാന് ആദ്യമായിട്ട് ഞാന് ചെയ്തത് ഹോട്ടൽ കച്ചവടമാണ്. എന്നുവെച്ചാല് ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങള് കൂലിപ്പണിക്കാരാണല്ലോ. ഒരു ഒന്നിനും വകയില്ലാത്ത ദാരിദ്ര്യരേഖ താഴെ നിൽക്കുന്ന, എന്താ പറയാ, അത് പറയുമ്പോഴേക്കെന്ന് വെച്ചാൽ ആലോചിക്കാൻ കഴിയുന്നില്ല. ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഷെബിന മോള്, പിന്നെ ഓളെ പ്രസവം കഴിഞ്ഞ് ഞാന് 40ാമത്തെ ദിവസത്തില് ഇവിടുത്തെ സുലൈമാക്കാന്റെ ഉമ്മാക്ക് സുഖമില്ലാതെ ഞാന് ഇന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്. 40ാമത്തെ ദിവസമാണ്. അപ്പോ അന്ന് ഹോട്ടൽ കച്ചവടം ഒരു 2 ദിവസം മുന്നെയാണ് ഹസ്ബൻഡ് ഹോട്ടൽ കച്ചവടം തുടങ്ങിയിട്ടുള്ളത്. ഷെഫിനെയാണ് അതിന്റെ കാരണക്കാരി. അങ്ങനെ ഹോട്ടൽ കച്ചവടമാണ് സാറേ ആദ്യം തുടങ്ങിയത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് 16ാമത്തെ വയസ്സില് ആണ് വലിയ മൂത്ത കുട്ടി ഉണ്ടാകുന്നത്. 2ാമത്തെ മോളാണ് ഷെബിന മേഡം. ഓളെ 40 കഴിഞ്ഞപ്പോഴാണ്, പിന്നെ 3 വർഷം കഴിഞ്ഞ് 2ാമത്തെ മോളായി. ഓളെ 40 കഴിയുമ്പോ ദാരിദ്ര്യം, പട്ടിണിയും പ്രാരാബ്ദം, എന്താ പറയാ എനിക്കറിയില്ല സാറേ, പറയാൻ എനിക്കറിയില്ല. ആ സമയത്താണ് ഹോട്ടലിലേക്ക് 40ാമത്തെ ദിവസം, 2ാമത്തെ മോള് പ്രസവം കഴിഞ്ഞ് 40ാമത്തെ ദിവസമാണ് ഞങ്ങള് ഹോട്ടൽ കച്ചവടം തുടങ്ങുന്നത്. ഇവിടെയും പിന്നെ പറഞ്ഞില്ല, പൊട്ടുകൊടുത്താല് എന്ന് പറഞ്ഞ സ്ഥലത്ത്, മേലാറ്റൂര് പൊട്ടുകൊടുത്താല് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞങ്ങളെ സ്വന്തം വീടിന്റെ പിന്നെ ഒരു 2-3-4 വീട് അങ്ങോട്ട് പോയാൽ മതി, ജംഗ്ഷനില്. അവിടെ ഹോട്ടൽ കച്ചവടം ചെയ്യാണ് 2ാമത്തെ മോളെയും കൊണ്ട്. വലിയ മോളും ഉണ്ട്. അങ്ങേ പുറത്ത് പോകണം, വെള്ളം കോരി കൊണ്ടുവരണം, ഇങ്ങേ പുറത്ത് കൊണ്ടുവരണം. അത് മാത്രമല്ല, പിന്നെ മക്കളെ നോക്കണം, 10 കിലോ പൊടിയോട്ടൊക്കെ പൊറാട്ട ചുടണം, 100 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. എന്റെ വയസ്സെന്ന് പറഞ്ഞാല് 16 വയസ്സിലാണ് വലിയ മോളെ പ്രസവിച്ചത്. 2ാമത്തെ കുട്ടി ഷെബിന ആവുന്ന സമയത്ത് 2 വർഷം കൂടി കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 18 വയസ്സിൽ ആയപ്പോഴേക്കിനും എന്താണ്, ജീവിതം എന്ന് പറഞ്ഞാല് കടബാധ്യത പ്രയാസങ്ങളിലേക്ക് വരികയാണ്. ഒന്നാമത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അങ്ങനെ വന്നു. 16ാമത്തെ വയസ്സിൽ ഷുഗർ വന്നു. അങ്ങനെയാണ് തുടക്കം കുറിക്കുന്നത് ഹോട്ടൽ കച്ചവടമാണ്. അത് 14 വർഷം ചെയ്തു സാറേ. 14 വർഷം ചെയ്തപ്പോഴേക്കും സുലൈമാക്കാന്റെ ഉപ്പ മരിച്ചു. അങ്ങനെ പിന്നെ ഞാന് സുലൈമാക്കാക്ക് അതോട് മടുത്തു. പിന്നെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഞങ്ങള് തറവാട്ടിലായതുകൊണ്ട് വലിയ കുടുംബാണ്. എല്ലാം ഒത്ത് ഞങ്ങൾക്ക് പോകാതെ കഴിഞ്ഞപ്പോ ഞങ്ങളത് നിർത്തി. അത് നിർത്തുന്ന സമയത്ത് ഉണ്ടായ ഒരു വാക്കുണ്ട് കേട്ടോ, സുലൈമാക്കാന്റെ ഒരു വാക്കാണ്. ഇനി എന്റെ കയ്യില് പിന്നെ അപ്പേക്കിന് 4 മക്കളൊക്കെ ആയി. എനിക്ക് 2 പെൺകുട്ടികൾ കഴിഞ്ഞ് പിന്നെ 2 ആൺകുട്ടികളൊക്കെ ഉണ്ടായി. 23ാമത്തെ വയസ്സിലാണ് പിന്നെ ഞങ്ങള് 23ാമത്തെ വയസ്സിൽ 4 മക്കളായി. പിന്നെ അങ്ങനെ 14 വർഷം ഹോട്ടൽ കച്ചവടം ചെയ്തു. ആ 14 വർഷം കഴിഞ്ഞ് ഹോട്ടൽ കച്ചവടം നിർത്തുകയാണ്. ചില ബാധ്യത പ്രശ്നങ്ങളൊക്കെ വന്നു. വലിയ മോളെ 14ാമത്തെ വയസ്സില്, വലിയ മോള് 16 വയസ്സിൽ പിന്നെ ഉണ്ടായി. മോളെ 14ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അങ്ങനെ പിന്നെ ബാധ്യതയിലേക്ക് കടന്നുപോയി. ആ ഹോട്ടൽ കച്ചവടം കൊണ്ടും കഴിയുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഹോട്ടൽ കച്ചവടം നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ നിർത്തി. അങ്ങനെ ഞങ്ങള് പിന്നെ വീട്ടില് സുലൈമാക്ക രാത്രി ഹോട്ടലിൽ നിർത്തിയിട്ട് രാത്രി വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി 4 മക്കളും ഈയും ഇമ്മി ഞാനും ഉണ്ട്. പിന്നെ ബാക്കി നിൽക്കുന്നത് 2 രൂപയും ഉണ്ട്. അത് പറയാതെ പോവാൻ എനിക്ക് കഴിയില്ല. എന്റെ ജീവിതത്തിൽ കടന്നു പോയ ഒരു ടേണിംഗ് പോയിന്റ് ആണ് അതൊക്കെ. എന്താ പറയാ, അങ്ങനെ പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സങ്കടപ്പെടണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴികള് അച്ഛൻ തുറന്നു തരും.
നമുക്ക് രണ്ടാക്കും അന്ന് രാത്രി ഉറങ്ങിയില്ല രണ്ടാളും. ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാക്കും എന്തെങ്കിലും കൂലിപ്പണി അന്വേഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ കല്ലേറ്റാൻ പോകുന്നതും വീടുകളിൽ ജോലി ചെയ്യുന്നതും. പിന്നെ അതിന് ശേഷം അങ്ങനെയും 2 വർഷം പോയിട്ടാണ് പിന്നെ അതിന്റെ ഇടയിൽ കുടുംബശ്രീയിലൊരു പിന്നെ എന്താണ് കുടുംബശ്രീന്റെ ഒരു ഭാരവാഹി ആയിട്ട് കൂടുന്നതും. അതിവിടെ ഇങ്ങനെ ഞങ്ങളെ 1-ാം വാർഡിലെ എടപ്പറ്റ് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ഞങ്ങളെ മെമ്പർ അനിൽ പ്രകാശ് എന്ന കുട്ടനായിരുന്നു. അവനാ എന്നെ കുടുംബശ്രീയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു അവസരത്തിലൊക്കെ അവർക്ക് വേണ്ടി വല്ലാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാന് പണിക്കിറങ്ങി. വീടുകളിലൊക്കെ ജോലി, കൂലിപ്പണി, കാര്യങ്ങൾ, എല്ലാ ജോലി. ലാസ്റ്റ് ഇങ്ങനെ കൊയങ്ങണ തളരുന്ന സമയത്താണ് പിന്നെ കൊപ്പര വെട്ടിലേക്ക് കടക്കുന്നത്. അങ്ങനെ കൊപ്പര വെട്ടാൻ പോയി രണ്ടാളും. പിന്നെ സുലൈമാങ്ങാക്ക കൂടും, കൊപ്പര വെട്ടാൻ കൂടും. അതുപോലെ തന്നെ വണ്ടിയിൽ ലോഡിന് പോകും. അങ്ങനെയൊക്കെ പിന്നെ കൊപ്പര കൊണ്ട് നടക്കും, ഞാൻ കൊപ്പര വെട്ടും. എന്താ പറയാ, ഒരു ജോലിക്കൊരു ഇതുണ്ട്. ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ വെട്ടാൻ പോലും അറിയാത്ത ഞാനാണ് പിന്നെ കൂലിപ്പണിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ കുറച്ചു കാലം നിന്നു. അതിന്റെ ഇടയിൽ ഇങ്ങനെ പിന്നെ സ്ഥാനത്തിലേക്ക് വന്നു. കുടുംബശ്രീയിലെ മൺകയ്യാല കാര്യങ്ങള്, അങ്ങനെ മേറ്റ് പണി, അതിനാണ് ഈ കുടുംബശ്രീയിലെ ADS എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ സ്ഥാനത്തും കുറച്ച് കാലങ്ങൾ നീണ്ടുപോയി. അങ്ങനെ പിന്നെ പിന്നെയാണ് ഞാൻ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ആയിട്ട് മാറുന്നത്. എന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് സാറേ, എടുത്തു പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുണ്ട്. അത്രമാത്രം കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ എന്നുള്ളതാണ് തരാനുള്ള ഇന്നത്തെ അല്ലെങ്കിൽ ഡോസുകൾ കേൾക്കുന്ന ലീഡേഴ്സിന്, പുതിയ മക്കൾക്ക് തരാനുള്ള മെസ്സേജ് എന്നുള്ളതാണ്. ഓക്കെ മാഡം, ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു ചോദിക്കാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ വെസ്റ്റേജിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ആരാണ് ഈ ഒരു വെസ്റ്റേജിലേക്ക് വരാൻ മേഡത്തിന് പ്രചോദനമായത്? ചെറുപ്പത്ത് പഞ്ചായത്തില് ചെയർപേഴ്സൺ ആയി നിൽക്കുന്ന സമയത്ത് പിന്നെ മിനി മാഡം, അംഗൻവാടി ഹെൽപ്പറായ മിനി മാഡം എന്റെ വർഷം കഴിഞ്ഞാല് പിന്നെ എന്റെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല സാറേ. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളെന്ന് പറഞ്ഞാല്, എന്നെ വിജയിപ്പിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ മിനി മാഡാണ്. ഒരു ദിവസം ഞങ്ങളെ പരിചയം എന്ന് പറയുന്നത് ഞാനൊരു ലിങ്കേജ് ലോണുമായിട്ട് മിനി മാഡം വരുന്ന സമയത്ത് എനിക്ക് പരിചയമുണ്ട്. അന്നൊക്കെ ഹോസ്പിറ്റലിൽ കൂടെ ഒക്കെ ട്യൂബിട്ട് കടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രോഗമായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നുവെച്ചാൽ കടബാധ്യതയും പ്രയാസവും കൂലിപ്പണിയും കാര്യങ്ങളും അതിന്റെ ഇടയിൽ ഈ കുടുംബശ്രീ ഒക്കെ പാടായിട്ടുള്ള ഒരു സമയത്താണ് ലിങ്കേജ് ലോണുമായിട്ട് ഞാനും മിനി മാഡം അടുപ്പം. അപ്പൊ പഞ്ചായത്തിന്റെ സെക്രട്ടറിന്റെ അടുത്ത് നിന്നാണ് എന്റെ നമ്പർ മിനി മാഡത്തിന് കിട്ടിയേക്കണത്. പല വേദികളിലും മിനി മാഡം പറയാറുണ്ട്. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിലായതുകൊണ്ട്, പഞ്ചായത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഈ CDS ചെയർപേഴ്സൺ എങ്ങനെയെങ്കിലും നിങ്ങള് ഇവിടെ നിന്ന് ഇരുത്തി അല്ലെങ്കിൽ ഇറക്കി ഇവിടെ എന്നൊക്കെ പറഞ്ഞു എന്ന് മിനി മാഡം എപ്പോഴും പറയും. അങ്ങനെയാണ് മിനി മാഡത്തിന് ഈ ബിസിനസ് കയ്യിൽ കിട്ടിയിട്ട് എന്നെ മിനി മാഡം എടപ്പറ്റ പഞ്ചായത്തിൽ കാണാൻ വരുന്നത്. അപ്പൊ കാണാൻ വരുന്ന സമയത്ത് താഴേന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ കുടുംബശ്രീന്റെ ജെൻഡർ RP പറയാണ്, ഇന്നലെ മൂയാടിയില് എന്തൊക്കെയോ കെട്ടിയവന് കൊടുത്തിരുന്നു, എന്തോ സോപ്പ് പേസ്റ്റാണ് തോന്നുന്നുണ്ട്, അതിലേക്കൊന്നും കടന്നു പോവണ്ടെന്ന് പറഞ്ഞു. അടിയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ. പക്ഷെ അപ്പൊ ഞാൻ ഈ കയറി വന്ന സമയത്ത് തന്നെ ഞാൻ പറയാണ്, എന്നോട് സോപ്പ് വേണോ അല്ലെങ്കിൽ പേസ്റ്റ് വേണോ, അതിൽ കൂടി ഒന്നും മിനിമം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്നോട് പറയാണ് അങ്ങനെ വരുന്ന ഇങ്ങനെ കണ്ടിരിക്കണ. ഞാൻ പറയാണ് എനിക്കൊന്നും വേണ്ട, ഇവിടെ ഒന്നും വേണ്ട. അത് മാത്രല്ല ഞങ്ങളെ പോലുള്ളവരെ ചതിക്കും വേണ്ട. പഴയ കാലെടുത്ത് പോകുമ്പോ കരഞ്ഞു പോകും സാറേ. ഞങ്ങളെ പോലുള്ളവരെ ചതിക്കും വേണ്ട എന്ന് പറഞ്ഞു. പാവം പടച്ചോനെ, മിനി മാഡം എന്ത് ചെയ്തു? ഞാന് എന്താ പറയാ, ക്ഷമ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ സാറേ? നെല്ലിപ്പലകയോളം ഉള്ള ക്ഷമ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അത് ഭൂമിയില് ഉണ്ടെങ്കിൽ അത് എന്റെ മിനി മാഡത്തിനാണ്. എന്റെ മിനി മാഡത്തിനാണെന്ന് പറയാൻ പറ്റും. അത്രക്കും നിരാശയായിട്ട് ഇറങ്ങി പോന്നു എന്നല്ല, പിന്നെ
അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഒരു 11:30 മണി സമയത്താണ്. 11:30 മണി സമയത്ത് ഇറങ്ങിയ ആള് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ മൈൻഡൊക്കെ ഒരു നല്ലൊരു മൈൻഡ് ഒരു സമയമാണ്. ഇറങ്ങി പോകുന്ന ആള് പോയിട്ടുണ്ടാവുന്നില്ല നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഇറങ്ങിപ്പോന്നു 11:30 മണിക്ക് എടപ്പറ്റ പഞ്ചായത്തിന്റെ മുന്നിൽ മിനി മാഡം നിന്നിട്ടുണ്ട്. ഞാൻ വരുന്നത് ഒരു 5:30 മണിക്ക്. സമയം ടൈം മണിക്കൂർ എത്ര കടന്നുപോയി അതൊന്ന് നോക്കണം ഞമ്മള്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് എന്താണ് ഞാന് മിനി മാഡത്തിനെ കാണുക. അപ്പൊ ഇന്നിങ്ങനെ കണ്ടപ്പോ എന്താ പറയാ, ഇങ്ങനെ ആ ഒരു കീസും അതിന്റെ ഉള്ളിലേക്ക് സാറ് ചോദിച്ചപ്പോ വരികയാണ്. ഇങ്ങനെ എന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കണം. അപ്പൊ ഇത് ഞാൻ 11:30 മണിക്ക് കണ്ട ആളാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കണം, നേരത്തെ മിനിയാണ് എന്നുള്ള ഒരാളെ എനിക്ക് ഈ ലിങ്കേജ് ലോണുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് ഞാൻ ചോദിക്കണം, അല്ല മിനിയെ എന്താ ഈ പോയില്ലേ, ഇനിയും പോയില്ലേ, സമയം ഇങ്ങനെ പറഞ്ഞാണ് സമയം എത്ര ആയി. അപ്പൊ എന്റെ അടുത്ത് ഇത്ര പോകുന്നൊരു ഫോൺ അതിങ്ങനെ എടുത്തിട്ട് ഞാൻ സമയം എത്രയായല്ലോ, 5:30 മണിയായല്ലോ, എന്താ പോവാത്തെ. പഠിച്ചോനെ അപ്പൊ പറയാണ്, ഞാൻ നിങ്ങളെ കാത്തിരിക്കാണ് ഐഷത്ത. ഞാൻ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തരാന് കാത്തിരിക്കുകയാണ്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരണം. എൻ്റെ അടുത്ത് കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഷുഗർ, BP, അലർജി, കിഡ്നി സ്റ്റോണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോ എനിക്കത് അറിയണതാണല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് ഫുഡ് സപ്ലിമെന്റുകളും കുറച്ച് ഡെയിലി യൂസ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ഐഷത്ത, ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അപ്പൊ ഞാൻ പറയാണ്, എന്നാ താ ഒരു പേസ്റ്റ്. അപ്പൊ അവിടുന്ന് മേലെന്ന് പേസ്റ്റ് ഉണ്ട്, സോപ്പ് ഉണ്ട് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടല്ലോ. അവിടെ താ ഒരു പേസ്റ്റ്. ഇല്ല, പേസ്റ്റ് തരുന്നില്ല. ഗ്രീസ് ഇങ്ങനെ മുറുക്കി പിടിച്ചിക്കുക, പേസ്റ്റ് തരുന്നില്ല. ഒരു സോപ്പ് ഞാൻ നിങ്ങളെ കൂടെ വീട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു. വീടിന്റെ കാര്യമൊക്കെ ചെറിയൊരു വീടും കാര്യങ്ങളും അതൊക്കൊന്നും ഇപ്പം പോണില്ല. അപ്പൊ ഞാൻ അതിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞാന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളെങ്ങനെയും പോണല്ലോ, ഒരു കട്ടൻ ചായയൊക്കെ കൊടുത്ത് ഈ പേസ്റ്റും സോപ്പൊക്കെ എടുക്കാൻ ഇതാകുമ്പോൾ എനിക്ക് അതിൽ നിന്നും ഫുഡ് സപ്ലിമെന്റുകൾ കാണിച്ചു തരികയാണ്. എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഓരോ സാധനങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് ഒമേഗ 3 ആണ്, ആര്യവേപ്പിന്ന് വരുന്നതാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ കാണിച്ചു തന്നു. അങ്ങനെയാണ് ഞാന് എന്റെ പഠിത്തം കഴിഞ്ഞാല് സാറേ എനിക്ക് എന്റെ ഗ്രേറ്റ് അപ്ലൈ എന്റെ ലീഡർ, എന്റെ മെന്റർ, എന്റെ മിനി മാഡം ആണ്. മിനി മാഡത്തിനെ അങ്ങനെയാണ് ഞാൻ കണ്ടുമുട്ടുന്നത് എന്നുള്ളതാണ് സാർക്ക് തരാനുള്ള മെസ്സേജ്. ഓക്കെ മാഡം. അപ്പോ മാഡത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. മാഡത്തെ കണ്ടതിലൂടെയാണ് മാഡത്തിന്റെ വെസ്റ്റീജിലേക്കുള്ള തുടക്കം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടുന്ന ഈ ഒരു ബിസിനസ്സിൽ വേണ്ടുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അവിടെ ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ക്ഷമയും ആത്മവിശ്വാസവും തീർച്ചയായിട്ടും ഒരാളിലേക്ക് നമുക്ക് എത്തിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കഴിവ് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി ആണെന്നുള്ളത് ഇവിടെ ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ എനിക്ക് മറ്റൊരു ചോദ്യം. ഇപ്പോ മാഡത്തിനെ മിനിമേഡം കണ്ടപ്പോ മിനിമേഡം ഇത്രയധികം സ്ട്രഗിൾ ചെയ്തു, കഷ്ടപ്പെട്ടു മാഡത്തിനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോ അതേപോലെ തന്നെ മാഡത്തിന്റെ ഈ ഒരു വെസ്റ്റിച്ച് എന്ന ബിസിനസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആ തുടങ്ങുന്ന സമയത്ത് മാഡത്തിനും ഇതുപോലുള്ള പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ടാവുമല്ലോ, അതെന്തൊക്കെയായിരിക്കും? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാല് സാറേ, വീട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള പ്രശ്നങ്ങള് അത് നമുക്ക് വല്ലാത്ത തന്നെയല്ലേ. ഒരു പിന്നെ സംഭവം പിന്നെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചു റിസൾട്ട് കിട്ടി. പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ തൃശ്ശൂർ പോകണം. തൃശ്ശൂർ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ എറണാകുളത്ത്, കൊച്ചിയിൽ പോകണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വെല്ലുവിളികളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോകുമ്പോഴും കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അങ്ങനെ നേരിട്ടിട്ടുണ്ട്. ഇതെന്താണ് ഏതാണ് എന്നുള്ള അവർക്കുള്ള അറിയില്ലായ്മയാണ്. പക്ഷെ അതെല്ലാം എന്നിലേക്ക് തന്നെയല്ലേ വന്നു ചേരുന്നേ. പക്ഷെ എനിക്ക് ക്ഷമ ഉണ്ടായത് കൊണ്ട് എന്താണ് എനിക്ക് വലിയ രീതിയിൽ ഇതിനെ മുന്നോട്ട് പോകാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സാർക്ക് എനിക്ക് തരാനുള്ള മെസ്സേജ്. ഓക്കെ. അപ്പോ ഇതേപോലുള്ള സാഹചര്യങ്ങൾ മാഡത്തിനും ഉണ്ടായിട്ടുണ്ട്. അത് ക്ഷമയോടുകൂടി മാഡം കൈകാര്യം ചെയ്തത് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ എനിക്ക് മറ്റൊരു ചോദ്യം മാഡത്തിനോട് ചോദിക്കാനുള്ളത്, ഇന്നിവിടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, എഡ്യൂക്കേഷനലി കുറച്ച് പിറകോട്ട് നിൽക്കുന്ന ലീഡേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ കുറവാണെങ്കിൽ വെസ്റ്റീജിൽ വിജയിക്കാൻ സാധിക്കില്ല. വിദ്യാഭ്യാസമുള്ളവർക്കാണ് ഇതിനകത്ത് കൂടുതൽ
മനസ്സിലാക്കാനും കൂടുതൽ വരുമാനം നേടാനും ഒക്കെ സാധിക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലരിലും ഉണ്ട്. അപ്പൊ വിദ്യാഭ്യാസം ഇതിനൊരു മാനദണ്ഡമാണോ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ? വിദ്യാഭ്യാസം ഏറ്റക്കുറച്ചിലുകൾ ഇതിനകത്ത് വരുമാനത്തെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ ബാധിക്കുമോ? യേശ മാഡം. ആ, ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ വേറെ പറയാന്ന് വെച്ചെങ്കില് എനിക്ക് 6ാം ക്ലാസ് വരെയുള്ളൂ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും എന്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുടുംബജീവിതത്തിലേക്ക് വന്നു. പക്ഷെ പിന്നെ വെസ്റ്റീജ് ബിസിനസ്സില് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇതല്ല. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമല്ല. ഞാൻ എന്ത് ചെയ്തു, പിന്നെ എന്റെ ഭാഷയില് ഉള്ള കാര്യങ്ങളില് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അങ്ങനെ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആക്കി. ഇവിടെ ഒരു ജാതിയോ മതമോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അങ്ങനെയുള്ളതിലൊന്നും കാര്യമില്ല സാറേ. വിദ്യാഭ്യാസത്തിലും ഇതിലൊന്നും അതൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തോള്ളൂ പിന്നെ ഞാൻ എന്ത് കാര്യങ്ങളാണെന്ന് വെച്ചെങ്കിലും ഇനിയിപ്പോ വെസ്റ്റിലാണെങ്കിലും ഞാൻ എന്താണ് മിനി മേഡത്തിനോട് ചോദിക്കും. അങ്ങനെ പിന്നെ കാര്യങ്ങൾ എല്ലാതും പഠിച്ച് മനസ്സിലാക്കി അതൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോന്നു. പിന്നെ ഒരു കുടുംബാണ് നമ്മള്. ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോന്നു. പിന്നെ ഇനിയിപ്പോ ലീഡേഴ്സ് ആയാലും അപ്ലയൻസ് ആയാലും എല്ലാരും വെച്ച് ഒരു കുടുംബമായിട്ട് പോന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന് പറ്റിങ്ങാണ്ടുള്ള ഒരു ഇതോ ഒന്നുമില്ല. നമ്മള് ലീഡർമാര് ഇത് അങ്ങനെയുള്ള ഇതിലേക്ക് പോന്നു. അങ്ങനെ ഞാനൊരു എന്താ പറയാ, ഇതിനെ കുറിച്ച് പഠിക്കാന് മിനി മാഡം എന്നോട് പറയാണ്, ഇങ്ങനെ കമ്പനിന്റെ ഒരു ട്രെയിനിങ് ഉണ്ട്. കമ്പനിന്റെ ഒക്കെ അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടി. VIP എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടി. അങ്ങനെ ഞാൻ ഒരു VIP പ്രോഗ്രാമില് എന്താ പറയാ, അതിനൊരു പേരുണ്ട്. VIP തന്നെ. VIP പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസം എന്നുള്ളത് ഇതിനകത്തൊരു മാനദണ്ഡമല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ കുറവോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുതലാണെങ്കിലോ ഒക്കെയും എല്ലാവർക്കും ഒരുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഈ ഒരു ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് വലിയ വലിയ ഉയരങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. എന്താണ് ഉയരം? ബുർജ് ഖലീഫയുടെ മുകളിലേക്ക് എത്തുക എന്നുള്ളതല്ല, നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ മേഡം വീണ്ടും അടിവരയിട്ട് പറയുന്നത്. അപ്പോ മേഡത്തിന് ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, മേഡത്തിന്റെ ജീവിതത്തിൽ മുന്നേ പറഞ്ഞ പോലെ മിനി മേഡത്തെ കണ്ടുമുട്ടിയത് ഒരു സാഹചര്യമായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ മേഡത്തിന്റെ ജീവിതം ഇന്നൊരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആകാൻ മേഡത്തിന് ഏതെങ്കിലും ഒരു സംഭവം മേഡത്തിനെ എന്താ പറയാ, ജീവിതയാത്രയിൽ മേഡത്തിന്റെ നിർണായകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ ഒരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആകുന്ന ലെവലിലേക്ക് മേഡത്തിനെ മാറ്റാൻ ഏതെങ്കിലും ഒരു സംഭവം മേഡത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സാറേ. അതാണ് VIP എന്ന് പറഞ്ഞത്. VIP എന്ന് പറഞ്ഞ സംഭവത്തിൽ ഞാൻ എത്തിച്ചേരുന്നത് മിനി മാഡം അവിടെയും എന്താ പറയാ, എന്റെ ഗുരു എന്നൊക്കെ പറയുന്ന എന്റെ അപ്ലൈന് മിനി മാഡം എന്നെ വിളിച്ചിട്ട് ഈ ഒരു ബിസിനസിന്റെ സാധ്യത ഒന്ന് കെട്ടിപ്പടുക്കണം എന്നുള്ളത് മിനി മാഡത്തിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ആയിഷത്താത്ത ഒരുങ്ങണല്ലോ, എന്നെങ്കിലല്ലേ ഉള്ളൂ. ആയിഷത്താനാണ് ആദ്യമായിട്ട് കാണുന്നതെന്നല്ല മിനി മാഡം പറയുന്നത്. മിനി മാഡം എന്നെ ഇങ്ങനെ 2 ദിവസം മുന്നേ തന്നെ ഇങ്ങനെ വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കമ്പനിന്റെ ട്രെയിനിങ് ഉണ്ട്, മഞ്ചേരിയിലാണ്. മഞ്ചേരി ഫർഷ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ ട്രെയിനിങ് നടക്കുന്നത്. അപ്പോ മാഡം വരണം എന്ന് പറയാണ്. അപ്പൊ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകാൻ പുറപ്പെടുകയാണ്. അങ്ങനെ പോകാൻ പുറപ്പെട്ട് മഞ്ചേരിയിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റക്കൊക്കെ പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള പേടിയും കാര്യങ്ങളും അതും ഉണ്ട്. എന്നാലും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതെന്താണ് പ്രൊഡക്റ്റ് ഒക്കെ തന്നു. അങ്ങനെ ഇത് നല്ലതാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവും ചെയ്തിട്ടുണ്ട്. ചെറിയ ഇതിങ്ങനെ ആകുന്നുണ്ട്.
വരുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ VIP-യിലേക്ക് പോവാണ് സാറേ. ശരിക്കും പറഞ്ഞാല് ആ സമയത്ത് സാമ്പത്തികം എടുത്ത് പറയേണ്ടതുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ ഒരു 250 രൂപ കൊടുക്കും വേണം. അങ്ങനെ അരി വാങ്ങാൻ തന്ന പൈസ എടുത്തിട്ട് ഞാൻ VIP ട്രെയിനിങ്ങിൽ പോയി. VIP-യിൽ എത്തുമ്പോഴാണ് പൈസ വേണമെന്ന് മനസ്സിലാവുന്നതൊക്കെ. അങ്ങനെ ഞാൻ ആ അരി വാങ്ങാനുള്ള പൈസ കൊടുത്ത് ഞാൻ VIP ട്രെയിനിങ്ങിലേക്ക് കയറുകയാണ്. കയറുമ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ ഒരാള് തടഞ്ഞു. അപ്പൊ തടഞ്ഞപ്പോ എന്റെ വിചാരം പഞ്ചായത്തിലൊക്കെ ആവുമ്പോ ഞാനിങ്ങനെ നേരെ വൈകിയാൽ ഇങ്ങനെ തടയും. അങ്ങനെ തടയാണെന്ന് സാറേ ഞാൻ കരുതിയത്. അല്ല, അവിടെ ഫീസ് ഉണ്ട്. അപ്പൊ അതെനിക്ക് അറിയില്ല. ഞാൻ ഫസ്റ്റുള്ള ഒരാളാണല്ലോ. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ അപ്പുറത്ത് രണ്ടാള് ബെഞ്ചും അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ് സമയം വൈകി ചോദിച്ചപ്പോ അല്ല, നമുക്കൊരു ഫീസ് അടക്കണം. അപ്പം 250 രൂപ ഫീസ് അടക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന് അങ്ങനെ അന്തം വിട്ടു. അരി വാങ്ങാൻ തന്ന പൈസ കൊണ്ട് ഞാനിപ്പോ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ എന്തായിരിക്കും? അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്ന ആളെ മനസ്സിൽ നല്ലൊരു സ്ഥാനം ഞാൻ കൽപ്പിക്കുന്നുണ്ട് എന്റെ മിനി മഠത്തിന്. അങ്ങനെ ചിന്തിച്ചു ഞാൻ. അപ്പൊ പിന്നെ ഇത്രയും എനിക്ക് വെയിറ്റ് ചെയ്ത് നിന്ന രാവിലെ 11:30 മണി മുതൽ 5:30 മണി വരെ വെയിറ്റ് ചെയ്ത മിനി മേഡം എനിക്ക് തന്ന അവസരത്തില് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു നല്ലതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാന് പിന്നെ എന്താണ് ഞാന് അത് ആ 250 രൂപ കൊടുത്തിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറുന്നു സാറേ. ഉള്ളിലേക്ക് കയറിയപ്പോ എല്ലാരും കാണുന്നുണ്ട്. യൂണിഫോം ഒക്കെ ഇട്ട് കുറച്ചാളുകൾ കോട്ടൊക്കെ ഇട്ട് അങ്ങനെ നല്ല VIP തരം ഒരു ഇത് എനിക്ക് തോന്നി. നല്ലൊരു VIP മീറ്റിംഗ് ആണെന്നൊക്കെ ഇങ്ങനെ തോന്നി. പഞ്ചായത്തിൽ കുടുംബശ്രീയിലായതുകൊണ്ട് അത്തരത്തിലുള്ള കുടുംബശ്രീ സാറുമാരൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതും ആ ഒരു ആക്റ്റീവ് കൊണ്ടും അങ്ങനെ എന്താ പറയാ, മൊത്തത്തിൽ എനിക്കത് ആ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ എന്റെ മനസ്സിന് എന്തോ ഒരു നല്ലതാ അങ്ങനെ തോന്നി. ചെറിയ ചെറിയ സംഖ്യകൾ ഇങ്ങനെ കിട്ടണുണ്ടല്ലോ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ചെറിയ ഇത് ഉണ്ടേനല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സീറ്റ് ഇങ്ങനെ നോക്കി, മുന്നിലിരിക്കണോ ബാക്കിലിരിക്കണോ, ഇതാണ് എന്റെ ചിന്ത അപ്പൊ വന്നത്. അപ്പൊ മുന്നിലൊക്കെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു അന്ന് ഒരു 5-ാമത്തെ വരിയിലാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ എന്താട്ടി, ഞാൻ അവിടെ തന്നെ പോയി ഇങ്ങനെ ഇരുന്നു. 4 പുറമൊക്കെ നോക്കി, ആരെയും അറിയില്ലല്ലോ, ഒരാളെയും അറിയില്ലല്ലോ. 4 ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കി, എല്ലാരും പുഞ്ചിരിക്കുന്നുണ്ട്. എല്ലാരും മുഖത്തും നല്ലൊരു ഭാവമുണ്ട്. അപ്പൊ ഞാനും തന്നെ ഉള്ളില് ടെൻഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധി ഉണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാനും ചുരുക്കലൊക്കെ തുടങ്ങി. എല്ലാരെയും മുഖത്തൊക്കെ ചുരുക്കലൊക്കെ തുടങ്ങി. അങ്ങനെ കമ്പനീന്റെ ട്രെയിനർ വന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ക്ലാസ് ഒക്കെ എടുക്കൽ തുടങ്ങി. നല്ല ബിസ്ക്കറ്റും ചായയൊക്കെ കിട്ടി. അപ്പൊ വിശപ്പ് മാറി. പിന്നെ കുറച്ച് കഴിഞ്ഞത്തേക്കിന് നല്ല ബിരിയാണി ഒക്കെ കിട്ടി. അപ്പൊ അതിലേറെ ഞാൻ ഹാപ്പിയായി. 250 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിലും അവിടെ ഞാൻ എന്താണ് ഞാൻ ഹാപ്പിയായി. അങ്ങനെ എന്താണ് മൊത്തത്തില് ഹാപ്പിയാണ്. പക്ഷെ കമ്പനീന്റെ സാറ് VIP-യിൽ ട്രെയിനിങ് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ മിനി മേഡം ഒന്നും അവിടെ വന്നിട്ടില്ല കേട്ടോ. മിനി മേഡം എന്നെ അതിലേക്ക് എത്തിച്ചു എന്നല്ലാതെ മിനി മേഡം അന്ന് അംഗൻവാടി കുട്ടികൾക്ക് ചോറും പയറും കഞ്ഞിയും വെച്ചിരിക്കുകയാണ്. ഒരു വ്യക്തി പഠിച്ചോനെ, ഈ സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ എന്റെ അപ്ലൈന് ഞാൻ താങ്ക്സ് പറയാം. എന്നുവെച്ചാല് ഒരു വ്യക്തിക്ക് ഒരാളെ കിട്ടുക എന്നുള്ളതാണല്ലോ അവിടുത്തെ ഇത്. അങ്ങനെ എന്താ പറയാ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയാ, വലിയ വലിയ പിന്നെ ആഡംബരങ്ങളും ലക്ഷങ്ങളും ട്രാവൽ വാങ്ങുന്നു, അങ്ങനെയുള്ള ലക്ഷക്കണക്കിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് സാറേ ലാസ്റ്റ് ആകുമ്പോ ട്രെയിനർ സാറ് ചോദിക്കുകയാണ്, അല്ല 1 year 1 lakh ക്രൗൺ ഡയറക്റ്റ് ഒരു കാറ് ആര് വാങ്ങും? എന്റെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ആർക്കാണ് അത് വാങ്ങാൻ കഴിയുക? ഓ, അപ്പൊ മനസ്സിലിങ്ങനെ എന്തോ വന്നില്ല, എന്തോണെന്ന് അറിയില്ല. അവിടുന്ന് കിട്ടിയ മോട്ടിവേഷൻ കൊണ്ടോ എന്റെ മനസ്സ് നിറഞ്ഞതും കൊണ്ടോ ഞാൻ 2 കയ്യനെ പൊന്തിച്ചു. 2 കയ്യനെ പൊന്തിച്ചപ്പോ നല്ല കയ്യടി കിട്ടും. അപ്പൊ എന്റെ മനസ്സിലേക്ക് എന്താന്നറിയില്ല കത്തി ജ്വലിക്കുന്ന ജ്വാല ഇതായി പോയി. ഇങ്ങനെ 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 ഇതായി പോയി. വാശിയും എന്താ പറയാ എല്ലാം എന്റെ ഉള്ളിലേക്ക് സാറേ ഇങ്ങോട്ട് കടന്നിങ്ങോട്ട് വന്നു.
കടന്നിങ്ങോട്ട് വന്ന് അവിടുന്നൊക്കെ ഇങ്ങോട്ട് പോന്ന് എന്തായി അപ്പോഴേക്കും വിളി വരൽ തുടങ്ങി, എന്റെ അപ്ലൈയുടെ വിളി വരൽ തുടങ്ങി. ആരൊക്കെയോ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ വേദിയിലൊക്കെ കയറുമ്പോ മിനിമം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും കേൾക്കുമ്പോ എനിക്ക് കൂജിത്തരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആയിഷാത്ത എന്ന് പറഞ്ഞ ഒരാളെ, ഒരു പ്രായമായ ഒരു താത്താനെ, ഒരു പർദ്ദക്കെട്ട്, അന്ന് പർദ്ദയിലാണ്, പർദ്ദക്കെട്ട താത്താനെ പറഞ്ഞയച്ചിട്ടില്ലേ, ആള് രണ്ട് കൈയും പൊക്കി 1 ഇയർ വാങ്ങും, 1 ലാക്ക് വാങ്ങും, ക്രൗൺ ഡയറക്റ്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാനതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാറ് എന്താട്ടി സാറിന്റെ അടുത്തേക്ക് വന്നു. സാറ് ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പോ എനിക്ക് എന്റെ ആവേശം മൂത്ത് പറഞ്ഞതാണെങ്കിലും സാറിന്റെ അടുത്തേക്ക് വന്നപ്പോ എനിക്ക് ഇങ്ങനെ എന്താ പറയാ, ഒരു വിറയല് പോലെ ഇങ്ങനെ തോന്നി. സാറ് ചോദിക്കാണ്, ആ ഇത്രയും ആളുകൾ നിൽക്കുന്ന ഇതില് സാറ് പിന്നെ എന്നോട് ചോദിക്കാണ്, പിന്നെ കാറ് വാങ്ങൂല്ലേ, കാറിന്റെ പേരെന്താ ചോദിച്ചു. എപ്പോ നോക്കുമ്പോ ജീവിതത്തില് കാർ എങ്ങനെ നിലത്തൂടെ പോകണമെന്നുള്ള ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത എനിക്ക് കാറിന്റെ പേര് അറിയുന്നില്ല സാറേ, കാറിന്റെ പേരറിയുന്നില്ല. ഇന്നാണെങ്കിൽ BMW എന്ന് പറയാൻ എനിക്ക് അറിയും, വേനത് നേടുന്നറിയും, പക്ഷെ എനിക്ക് അന്ന് കാറിന്റെ പേര് അറിയുന്നില്ല. അപ്പൊ ഞാൻ 4 ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ അടുത്ത് നിൽക്കുന്ന സജിത് സാറ് പറയാണ്, നിലമ്പൂരിലെ സജിത് സാറ് പറയാണ്, നമുക്ക് രണ്ടാക്കേ ഒരു പിന്നെ കിഡ് കാർ എടുക്കാന്ന് പറയാറുണ്ട്. സാറ് പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ വേഗം പറഞ്ഞു ഞാന് കിഡ് കാറ്. ഓക്കെ, കിഡ് കാറ്, കളറ്. അപ്പോഴും ഞാൻ സാറ് മുഖത്തൊക്കെ അടിച്ചു, കാറിന്റെ കളർ അറിയുന്നില്ല, കാർ എങ്ങനെയാണെന്ന് അറിയുന്നില്ല, കാറിന്റെ രൂപം എനിക്ക് മനസ്സിലാണില്ല. അത് ഞാന് അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ വെണ്ണൂറ് എന്ന് പറഞ്ഞത്, വെണ്ണൂറ്. അപ്പൊ ഞാന് വെണ്ണൂറ് കളർ കാറ് എന്ന് പറഞ്ഞു സാറേ. അങ്ങനെ ഞാന് വെണ്ണൂറും കളർ പറഞ്ഞു. ഓക്കെ, 1 ഇയർ 1 ലാക്ക് ക്രൗൺ ഡയറക്റ്റ്, 1 ഇയർ 1 ലാക്ക് ക്രൗൺ ഡയറക്റ്റ് കിഡ് കാർ എന്ന് വാങ്ങും. പിന്നത്തെ ചോദ്യമാണ് എന്ന് വാങ്ങും. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് ജനുവരി 26-നാണ് ഞാന് ഒരു വർഷം ഞാൻ തികയുമ്പോ ഞാൻ ജനുവരി 26-ന് പഞ്ചായത്ത് നടന്നു. നമ്മളെ ഈ കുടുംബശ്രീന്റെ ഒരു പിന്നെ ഇത് വന്ന് വരവും പിന്നെ പോവലും നമ്മള് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നതും പിന്നെ അത് കഴിഞ്ഞ് നിലവിലുള്ള ലീഡേഴ്സ് പിന്നെ സീരിയസ് ചെയർപേഴ്സൺമാർ ഇറങ്ങുന്നത് ജനുവരി 26. അപ്പൊ എന്റെ മനസ്സിലേക്ക് അപ്പോഴേക്കും ഇങ്ങനെ ഒന്നിങ്ങനെ മനസ്സൊക്കെ ഇതായി, ഒന്നിങ്ങനെ ഇതായി. ഞാനിങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പൈസ എനിക്ക് കിട്ടിയിരിക്കണല്ലോ. അപ്പൊ എന്റെ മനസ്സൊന്നിങ്ങനെ അങ്ങോട്ട് ഇതായപ്പോ ഞാൻ ഉടനെ പറഞ്ഞു, ജനുവരി 26-ന് ഏത് വർഷം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ സാറേ വന്നിട്ട് കുറച്ച് ആയിട്ടേ അപ്പൊ അടുത്ത വർഷം, അത് ജനുവരി 26, 2018 അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതൊന്നും പറയാനൊന്നും കിട്ടണില്ല സാറേ, പിടിച്ചിട്ട് പറയാണ്. അപ്പൊ ഇങ്ങനെ കോപ്പി തരികയാണ് ഇവിടുന്ന് സജി സാർ. കുറച്ച് ഞങ്ങൾ രണ്ടാളും പറഞ്ഞ് സംസാരിച്ചൊക്കെ ഒരു ഇതിങ്ങനെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വൈക്കൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിക്കൽ തുടങ്ങി. ആളെ കാണുമ്പോഴേക്കും ഞാൻ ചോദിക്കൽ തുടങ്ങി എവിടെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാനിങ്ങനെ എന്നെ വാർത്താണ്, നിലമ്പൂരാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു ജനുവരി 26-ന് 2018 എന്ന് പറഞ്ഞു. ഏത് സമയം എന്ന് ചോദിച്ചു സാറേ, ഏത് സമയം എന്ന് ചോദിച്ചു. അത് ഇങ്ങനെ ചിന്തിച്ചു, എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു. രാവിലെ പഞ്ചായത്തിൽ പോകും ഞാൻ, കുടുംബശ്രീന്ന് ഞാൻ ഇറങ്ങും, വേണമെങ്കിൽ എനിക്ക് 3 വർഷം പിന്നെ തുടരാം. പക്ഷെ എനിക്ക് ഇതിനോട് ഈ ക്ലാസ്സും കേട്ടു, നല്ല എന്റെ ബ്രെയിൻ നന്നായിട്ട് തന്നെ ഇതിലേക്ക് ആകർഷിച്ചു. പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതൊക്കെ എനിക്ക് മനസ്സിലായപ്പോ ഞാൻ എന്ത് കാട്ടി, ഞാൻ 1 വർഷം പറഞ്ഞു സാറേ, ഞാൻ 1 വർഷം പറഞ്ഞു. അത് അങ്ങോട്ട് ഇതാക്കി 1 വർഷം. അങ്ങനെ 1 വർഷം ആയപ്പോ എന്താണ് അതിലേക്ക് എത്താൻ പറ്റുന്നുള്ളത് ആ 1 വർഷം കൊണ്ട് ഞാൻ തീരുമാനിച്ചു. എന്റെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് അതിന് വന്നു, ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അവിടുന്ന് കിട്ടിയ കൈ എനിക്ക് പോസിറ്റീവ് തന്നു. നിങ്ങളുടെ മുന്നിൽ ഞാനത് വിജയിക്കുന്നുള്ള ആ തീരുമാനം എടുത്തു. ഇതാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു VAP-ൽ നിന്ന് കിട്ടിയ ആ ഒരു നിർദ്ദേശം. അതാണ് സാറേ എനിക്ക് തരാമെന്ന് വെച്ചിട്ട്. ഓക്കെ മാഡം, താങ്ക് യു. അപ്പൊ വെസ്റ്റേജിന്റെ ഒരു പ്രോഗ്രാം മാഡത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് മാഡത്തിന് എത്തിക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. ആ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് 1 ഇയർ ക്രൗൺ ഡയറക്ടർ അല്ല 1 ഇയർ 1 ലാക്ക് ക്രൗൺ ഡയറക്ടർ എന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക്
അതെ അതെ എത്തിക്കാനായിട്ട് മേഡത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഉം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിജയങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ മേഡത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ശീലങ്ങളോ ദിനചര്യകളോ ഒക്കെ മേഡത്തിനുണ്ടോ? എന്ത് ദിനചര്യങ്ങളാണ് ശീലങ്ങളോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 6ാം ക്ലാസ്സുകാരിയാണ്. ഒരു ദിനചര്യ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല, വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്കൊരു തീരുമാനമുണ്ട് ഞാൻ അതിലേക്ക് എത്തിപ്പെടണം എന്നുള്ള. അല്ലാതെ എനിക്ക് ഈ 6ാം ക്ലാസ്സുകാരിയായ ഞാനാണ് അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയൂല എന്നുള്ള തീരുമാനമൊന്നും അല്ല. എനിക്ക് എപ്പോഴും മോട്ടിവേഷൻ, എന്റെ ബ്രെയിനിനോട് ഞാൻ പറയും കഴിയും, കഴിയും, എനിക്കത് കഴിയും. ഞാൻ അതിങ്ങനെ ചാർട്ടാക്കി എഴുതി വെച്ച് അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് തൃശ്ശൂർ പോയാണ്ടാണ് അന്ന് പ്രൊഡക്റ്റ് എടുക്കണേ, അവിടേക്ക് ഞാൻ എത്തും. അതേപോലെ തന്നെ ഞാൻ എറണാകുളം പോയിട്ടാണ് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടേക്ക് ഞാൻ എത്തും. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാന്നോ വേറുള്ളതില്ലാന്നോ എന്നുള്ള ഒരു ഇതൊന്നുമില്ല, എനിക്ക് അവിടേക്ക് എത്തണം. എനിക്ക് ഉറച്ച തീരുമാനമാണ്. അതിന്റെ വേണ്ട കാര്യങ്ങൾ ഇതാക്കുന്നുണ്ട്, ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ കാറിന്റെ ഫോട്ടോ ഒക്കെ വരച്ചത് പറഞ്ഞാല് എന്താവും, എല്ലാവരുടെ കാറിന്റെ ചക്രവും മേലൊക്കെ ആണെങ്കിൽ ഞാൻ എഴുതി വെച്ചത് കാറിന്റെ ചക്രം എന്തായിരുന്നു, താഴെയാണ് ചക്രം എന്ന് വെച്ചെങ്കിൽ എന്റെ കാറിന്റെ ചക്രം മേലായിരുന്നു. ആരെന്ത് പറഞ്ഞോ നോ പ്രോബ്ലം, എനിക്ക് യാതൊരു വിഷയമില്ല. എനിക്ക് ഇതിലേക്ക് എത്തണം. എനിക്ക് ഈ ഒരു 1 ഇയർ 1 ലാക്ക് ക്രൗൺ ഡയറക്റ്റ് ആവണം. ആ 1 ഇയറിലേക്ക് എത്തണം. എനിക്ക് കിഡ് കാർ വാങ്ങണം. വേറെ എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. കാരണം എനിക്കത് മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ലക്ഷ്യങ്ങളിൽ ഊന്നി മുന്നോട്ട് പോവുക, ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് പോവുക. സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ആയുധം മേഡം കൈമുതലാക്കി. അത് തന്നെയാണ് മേഡത്തിന്റെ ഇൻസ്പിറേഷൻ മേഡത്തിന് മുന്നോട്ട് നയിച്ചതെന്നുള്ളത് ഈ ഒരു ചോദ്യത്തിലെ ഉത്തരത്തിലൂടെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇനി മറ്റൊരു ചോദ്യം മേഡത്തിന് ചോദിക്കുകയാണ്. വെസ്റ്റീജ് എന്നൊരു കമ്പനിയിൽ വന്നതിന് ശേഷം മേഡത്തിന്റെ കുടുംബ ജീവിതത്തിലായാലും മേഡത്തിന്റെ സാമ്പത്തിക നിലയിലായാലും അതുപോലെ തന്നെ മേഡത്തിന്റെ വ്യക്തി ജീവിതത്തിലായാലും അല്ലെങ്കിൽ വ്യക്തിത്വത്തിലായാലും ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് വരുമ്പോ മനസ്സ് ശരിയാവും, മനസ്സ് ക്ലിയർ ആവും. എനിക്ക് എന്താണ് ഞാൻ ആ 1 ഇയർ 1 ലാക്ക് അതിലേക്ക് ഞാൻ ആ ജനുവരി 26 എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എത്താണ്. 1 ഇയർ 1 ലാക്ക് ക്രൗൺ ഡയറക്റ്റ് എന്ന് പറഞ്ഞ ഇതിലേക്ക് എത്തി. ഞാൻ 1 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് എത്തി. ആയിരങ്ങൾ സാക്ഷി നിർത്തി എൻ്റെ ലീഡേഴ്സിനെയും അതുപോലെ തന്നെ അപ്ലയൻസിന് ഒക്കെ സാക്ഷി നിർത്തി മേലാറ്റൂർ VK ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞാൻ ജനുവരി 26 ഞാൻ അവിടെ പോകുന്നു. അത് കുടുംബശ്രീ സ്ഥാനം ഞാൻ ഒഴിവാകുന്നു. അവിടുന്ന് ഞാൻ തിരിച്ചു വരുന്നു. എൻ്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ കൂട്ടിയിട്ട് വരുന്നു. എല്ലാരെയും കൂട്ടിങ്ങാണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധിയിൽ നിന്നൊക്കെ കടന്നു പോയ ഞാൻ 1 ഇയർ 1 ലാക്കിലേക്ക് എത്തുന്നു. കാർ വാങ്ങുന്നു. അത് മാത്രമല്ല ഞാൻ ട്രാവല് കാര്യങ്ങളൊക്കെ പോകുന്നു. അങ്ങനെ വീട് വെക്കുന്നു. എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടന്നു വരികയാണ്. അതെ അതെ ഓക്കെ. അപ്പോൾ മേഡത്തിന്റെ വെസ്റ്റേജിലൂടെ തീർച്ചയായിട്ടും നല്ലൊരു കുടുംബജീവിതം ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. മക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അവരും ആരോഗ്യത്തിനും എല്ലാം പിറകോട്ടല്ല, എല്ലാവരും വളരെ ആരോഗ്യപരമായിട്ടും നല്ല സന്തോഷപരമായിട്ടും നല്ലൊരു സാമ്പത്തിക നിലയിലൊക്കെ മേഡം ജീവിക്കുന്നുണ്ട്. ഇപ്പോ മേഡം ഒരു 4 കാറുകൾ സ്വന്തമാക്കി അല്ലെ? 4 കാറുകൾ സ്വന്തമാക്കി 4 കാറുകൾ സ്വന്തമാക്കി. രണ്ട് വീട് വെക്കാനായിട്ട് സാധിച്ചു. ഉം. അതെ അതെ. കേരളത്തില് ഇന്ന് വരുമാനം വാങ്ങുന്ന സ്ത്രീകളിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡറായിട്ട് മേഡത്തിന് മാറാൻ 7 സാധിച്ചു ലക്ഷം എന്നുള്ളതാണ്. രൂപ 7 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങി വരുമാനം അവന്റെ വിട്ട് പോയതാണ്. 7 വാങ്ങി. ലക്ഷത്തിലേക്ക് വരുമാനത്തിലേക്ക് അതെ എത്തി. ഒരു ദിവസം ഞാൻ കൂലിപ്പണി എടുക്കുന്ന സമയത്ത് 100 രൂപയാണ് ഞാൻ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു ദിവസത്തിൽ 24,500 വെച്ച് ഞാൻ വാങ്ങി 7 ലക്ഷത്തിന് മുകളിൽ വരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. 80 ലക്ഷം 80 ലക്ഷമാണ് ഈ വർഷത്തിൽ വാങ്ങിയത്. ഈ വർഷത്തിലൂടെ 80 മേഡം ലക്ഷം. വെസ്റ്റേജിലൂടെ വാങ്ങിയ വരുമാനമാണ് 80 ലക്ഷത്തോളം രൂപ. 80 ലക്ഷം. 100 രൂപയ്ക്ക് പണിയെടുത്തുകൊണ്ടിരുന്ന വ്യക്തി ഇന്ന് 24,500 രൂപയിലേക്ക് വരുമാനത്തിലേക്ക് എത്താൻ പ്രതി ദിവസം 100 രൂപ വരുമാനം വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തി ഇന്ന് 24,500 രൂപയിലേക്ക് പ്രതി ദിവസം വരുമാനം വാങ്ങിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്.
അപ്പൊ രണ്ട് വീട്, തീർച്ചയായും അതില് രണ്ട് വീട്ടില് അതെ, രണ്ട് അത് വീടും ഇങ്ങനെ രണ്ട് സാറ് വീടും പറയുമ്പോ മറ്റേ എനിക്കിങ്ങനെ രണ്ട് വീട്, അതെ, അതില് രണ്ട് വീട്. പിന്നെ ചെറിയ വീട് നല്ല വീടാക്കി മാറ്റി. അത് മാത്രമല്ല ഇപ്പൊ 27 സെന്റ് സ്ഥലം വാങ്ങിയാണ്ട് 2 നിലയില് നല്ല ഒരു മനോഹരമായ, എന്റെ മനസ്സിന് തൃപ്തിപ്പെടുന്ന സാറേ, എന്താ വെച്ചാല് അത്രക്കും കഷ്ടപ്പെട്ട ഞാന് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഈ സമയത്ത് ഞാൻ എന്റെ ഗ്രേറ്റ് ലീഡറെ, ഞാൻ മിനിമടത്തിന് ഞാൻ താങ്ക്സ് പറയാം. അത്രയും മനോഹരമായ ഈ ഒരു വീട്ടിലിരിക്കുമ്പോ എനിക്ക് എന്റെ മനസ്സിങ്ങനെ എന്താ പറയാ, സന്തോഷിച്ച് ഇങ്ങനെ വരികയാണ് സാറേ. അതാണ് പറയാനുള്ളത്. ഈ താങ്ക് യു മാഡം. സമയത്ത് എന്റെ ലീഡേഴ്സിനോടും എനിക്ക് കരുണ കാണിച്ച് എന്റെ കൂടെ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞും മനസ്സിലാക്കി ഇരുന്നും സപ്പോർട്ട് ചെയ്ത എന്റെ ലീഡേഴ്സിനോട് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഒരു അപ്ലൈന് വേറെ ഇനി എന്ത് വേണം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഐഷ മേഡത്തെ കുറിച്ചും ഇതുപോലെ പറയാൻ ആയിരങ്ങൾ താഴെയുണ്ട്. അവർക്കും ഇതേപോലെ എസ് മൻ കി ബാത്ത് ഒരു അവസരം തീർച്ചയായിട്ടും നൽകുന്നതാണ്. അപ്പോഴറിയാം മേഡത്തിന്റെ പിറകെ മേഡം ഇൻസ്പയർ ആയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മേഡത്തിന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കുടുംബ സാഹചര്യങ്ങളുടെ പേരിലോ ആ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ മടിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം കുറവാണ്, അല്ലെങ്കിൽ കുടുംബ സാഹചര്യങ്ങളുടെ പ്രശ്നം കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പേടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ വരാൻ മടിച്ചു നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ, അല്ലെങ്കിൽ കുടുംബിനികൾ, അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അവർക്ക് നൽകാൻ മേഡത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു സന്ദേശമുള്ളത്? എന്താണ് പറയാ, ഞാനിപ്പോ 6-ാം ക്ലാസ്സുകാരിയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ഒരു 6-ാം ക്ലാസ്സുകാരിയാണ്, ഈ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഞാനാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷേ ഞമ്മക്ക് ഇങ്ങനെ പോകെ പോകെ ട്രെയിനിങ്, കാര്യങ്ങൾ, മീറ്റിംഗ് എല്ലാം കിട്ടുന്നു. ഞാൻ അതിനെ പറ്റി പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. എനിക്ക് ഇന്ന് വരെ പിന്നെ അതിനെ കുറിച്ചുങ്ങാണ്ട്, അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു ടീമിനെ കിട്ടിയില്ല, അങ്ങനെ ഉള്ള ഒരു പ്രശ്നങ്ങളോ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിച്ചു, എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി. ഞാനത് ആരെ കയ്യെത്തും ദൂരത്ത് കണ്ടാലും ഞാൻ വെസ്റ്റേജിനെ കുറിച്ച് സംസാരിക്കും. എനിക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല, കാര്യങ്ങളില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ഇത് പറയാനിപ്പോ ഒരുപാട് എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോ പ്രോബ്ലം സാറേ, എന്നിലേക്ക് വരില്ല. എന്നിലേക്ക് വന്നെങ്കിലല്ലേ ഉള്ളൂ ഞാൻ ഈ ബിസിനസ്സിൽ ഞാൻ മുന്നോട്ട് പോവാതിരിക്കുള്ളൂ. എന്തെന്നെ പരിശ്രമങ്ങളും പരാക്രമങ്ങളും കുറ്റവാക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആര് പറഞ്ഞോ, എനിക്ക് നോ പ്രോബ്ലം. എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, വെസ്റ്റേജ്. അതെ, ഇതിൽ ഞാൻ വിജയിക്കണം, തീർച്ചയായും. ഇതില് ഞാൻ വിജയിക്കും. ഇത് മാത്രാണ്, ഇതാണ് എനിക്ക് എന്റെ ഈ വോയിസ് കേൾക്കുന്ന പുതിയ ഓരോ മക്കൾക്കും തരാനുള്ളത്. നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും, വിജയിപ്പിക്കാൻ ഒരേ ഒരു പേരുള്ളൂ, നമ്മളെ ഗ്രേറ്റ് പ്ലെയിൻ, അല്ലെങ്കിൽ നമ്മളെ ഗ്രേറ്റ് മെന്റർ, എന്റെ മെന്റർ മിനി മേഡം. ഇതാണ് സാറേ ഈ ഒരു സമയത്ത് സാർക്ക് തരാനുള്ള, അല്ലെങ്കിൽ എന്റെ വോയിസുകൾ കേൾക്കുന്ന ഓരോ ലീഡേഴ്സിനും എനിക്ക് തരാനുള്ള, പുതുതായി കടന്നു വരുന്ന മക്കൾക്ക് പല ഇതും വരും. അത് അങ്ങനത്തെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണ്, എല്ലാ ഇതും വരും. നോ പ്രോബ്ലം, നമ്മളെ ഉള്ളിലേക്ക് കടക്കരുത്. എത്ര പ്രായമായ അയാളായാലും ആർക്കാണെന്ന് ചിലത് പറയാൻ പറ്റും. ഇത് നമുക്ക് അത്രക്കും മഹത്തായ ഒരു കമ്പനിയിൽ നമ്മൾ എത്തിപ്പെട്ടതിന് ദൈവം തമ്പുരാനോട്, പടച്ച തമ്പുരാനോട് സ്തുതിക്കുക. നമ്മളെ അപ്ലയൻസിനെ നമ്മൾ ഫോളോ ചെയ്യുക, നമ്മൾ കമ്പനീനെ ഫോളോ ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ളത്. താങ്ക് യു മാഡം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരൂ. അതിന് നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. നിങ്ങൾ തന്നെയായിട്ട് തന്നെ ഇരിക്കുക, നിങ്ങൾ തന്നെ മുന്നോട്ട് പോവുക. അപ്ലൈ നയിച്ചു തരുന്ന വഴികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പനിയുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ കമ്പനിയെയും വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് മാഡം ഇവിടെ വീണ്ടും പറയുകയാണ്. അപ്പോൾ മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ് മാഡം. മാഡം ഇതുവരെ ഓക്കെ. ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നേട്ടങ്ങളിൽ മാഡത്തിന് ഏറ്റവും അഭിമാനം തോന്നുന്നത് എന്താണെന്നുള്ളത് പറയാം. ഒരുപാട് നേട്ടങ്ങൾ മാഡം നേടിയെടുത്തു. ഇപ്പോൾ കാറ്, വീട് എന്നുള്ള സൗകര്യങ്ങളൊക്കെ മാഡം വെസ്റ്റേജിൽ വന്നതിന് ശേഷം നേടിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ മാഡത്തിന്റെ ഈ നേട്ടങ്ങളിൽ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് മാഡത്തിന് പറയാൻ പറ്റുന്നത് എന്താണ്? അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിൽ മാഡം അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ അത് ഏത് നേട്ടമാണെന്ന് പറയാമോ?
കമ്പനിന്റെ ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ പിന്നെ അറ്റൻഡ് ചെയ്തു. ആ അപ്പോ കമ്പനിയില് പിന്നെ ഇപ്പൊ നമ്മളെ പിന്നെ ലീഡർഷിപ്പ് കാര്യങ്ങൾ അതൊക്കെ ലീഡർമാർ തരുന്ന അത് അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാന് പിന്നെ എന്താണ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ സമയത്തൊക്കെ എന്ന് വെച്ചാല് കമ്പനി മാനേജ്മെന്റ് നോടും അതുപോലെ തന്നെ സാറുടെ ക്വസ്റ്റ്യന് സാർ ഒന്ന് ക്വസ്റ്റ്യൻ ആ പറഞ്ഞേ, ഞാൻ ഞാനത് അല്ല ഒരു ശ്രദ്ധിച്ചിട്ടില്ല. ചോദ്യം ഞാൻ ചോദിക്കാൻ അത് ഒഴിവാക്കിയതാണ്. അതായത് മാഡത്തിന് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകവേ, ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ മാഡത്തിന് നേരിട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ മാഡത്തിനെ എതിർക്കാറുണ്ടാവും, അല്ലെങ്കിൽ വിമർശിക്കാറുണ്ടാവും, അല്ലെങ്കിൽ പലപ്പോഴും ഉം. മാഡത്തിനെ അവര് ഇൻസൾട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാവാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മാഡം എങ്ങനെയാണ് ഉം. ആത്മവിശ്വാസം ആ നിലനിർത്തി? ഓക്കെ. ആ ഓക്കെ, ഇവിടെ ഇട്ട് സാറേ. ആ വിമർശനം എന്ന് പറഞ്ഞാല് സാറേ, ഉം, അവിടെ എനിക്ക് സങ്കടം വരുന്ന സംഭവങ്ങൾ തന്നെയാണ് എടുത്ത് തരുന്നത്. ഞാനൊരു ദിവസം സാറേ, നമുക്ക് ഈ ബിസിനസ്സിൽ വന്നാൽ പിന്നെ നമുക്കിത് ആളുകളോട് പറയണല്ലോ, നമ്മളെ അതെ. ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെന്ന് വെച്ചെങ്കില് അത് ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ തൂക്കി പിടിച്ച വണ്ടികളില്ല, ഒന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ പോകുകയാണല്ലോ, പോകുന്ന യാത്രയാണല്ലോ. മിനിമയുടെ അവിടുന്ന് എന്താണ് ഇന്ന് എവിടെയാണ്, ഇന്ന് എന്താണ്, ഇന്ന് പരിപാടി ഏതാണ്, എവിടെയാണ് മീറ്റിംഗ്, അല്ലെങ്കിൽ ആരെയാണ് കാണാൻ പോണത്, ഇതിങ്ങനെ ചോദിക്കും മിനിമയുടെ എന്നെ ഇങ്ങനെ വിളിച്ചു കണ്ടു. അപ്പൊ ഞാന് ഒരു കേസിൽ പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ സാറേ കരുവാരം കൊണ്ട്, നമ്മളടുത്തുള്ളൊരു സ്ഥലാട്ടോ കരുവാരം കൊണ്ട്, ഇത് പറയാ എന്റെ മറക്കാൻ കഴിയാത്തൊരു സ്ഥലമാണത്. കരുവാരംകുണ്ട് എന്ന് പറഞ്ഞാല് മിനിമേടത്തിന്റെ ഒക്കെ നാട് തന്നെയാണ് കേട്ടോ, പക്ഷെ ആ നാട്ടിലേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. സാറേ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കേസൊക്കെ തൂക്കി പിടിച്ചിട്ട് കരുവാരംകുണ്ട് ബസ് അങ്ങോട്ട് ആ ഉള്ളോട്ട് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ഒരു പെരയ്ക്ക് ചെന്നു, കുറച്ച് അത്യാവശ്യമൊക്കെ ഒരു വലിയ പെര കണ്ടപ്പോ ഞാന് പിന്നെ അവൻ പോയി. അവിടെ ചെന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണത്, ഞാൻ കമ്പനീന്റെ ഒരു ഹെഡ്, പിന്നെ ഇത് ഒരു പിന്നെ അഡ്വൈസറാണ്. ഞാൻ കുറച്ച് ഹെൽത്ത് സപ്ലിമെന്റുകളും വെൽനസ് പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഡയലീസ് പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കോച്ചിങ് തരുമല്ലേ, ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യല്ലേ. അപ്പൊ ഇയാളങ്ങോട്ട് പഠിച്ചോനെ എനിക്കറിയില്ല, ഇവിടെ ഒന്നും വേണ്ടായിരുന്നു ദേഷ്യത്തില് വീണ്ടും ചെല്ലുകയാണേ. ഇത് ബിസിനസ് റെഡി ആക്കണമെങ്കിൽ നമുക്കിത് ആളുകളോട് പറയണല്ലോ. വീണ്ടും ഞാനെടുത്ത് നിന്നിട്ട് അന്നോടല്ലേ വേണ്ടാന്ന് പറഞ്ഞത്, അന്നോടല്ലേ വേണ്ടാന്ന് പറഞ്ഞു എന്നല്ലാതെ അറിയെ ഉന്തി കൊടുന്നിട്ട് ഗേറ്റിനെ പുറത്തൊക്കെ ഉണ്ടാക്കി, ഗേറ്റിന് കുറ്റിട്ടു. കുറച്ചു നേരം അങ്ങനെ നിന്നു. നിൽക്കുമ്പോ 1 year 1 lakh ക്രൗൺ ഡയറക്റ്റ് മനസ്സിൽ വന്നു, 1 year 1 lakh ക്രൗൺ ഡയറക്റ്റ് മനസ്സിലേക്ക് വന്നു. നോ പ്രോബ്ലം, അയാളല്ലെങ്കിൽ എനിക്ക് വേറെ ആളുണ്ടാവും. എനിക്ക് വേണ്ടിയിട്ട് ഒരാളിനെ 6 പേര്, എന്നോട് മിനിമം പറയണതാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ഒരു 6 പേരെ കണ്ടെത്തിയാല്, ഇന്ന് 10ാമത്തതില് നമുക്ക് ട്രാവൽ ഫണ്ടും കാർ ഫണ്ടും ഹൗസ് ഫണ്ടും ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് ഇന്ന് 2 ടീമും എല്ലാം ഇഷ്ടം പോലെ നമുക്ക് വിജയിക്കാൻ അവസരമുണ്ട്. പക്ഷേ മിനിമേട്ടൻ പറയുന്നത് ഇത്രയാണ്, ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് 6 പേര് വേണം, 6 പേരെ കണ്ടുമുട്ടും വരെ നമ്മൾ 6 പേരെ തെരഞ്ഞെടുക്കണം, പിന്നെ അവരെ കൂടെ വർക്ക് ചെയ്യണം. ഇതൊക്കെയാണ് എനിക്ക് തരുന്നത്, മെന്റർ തരുന്ന കാര്യങ്ങൾ, എന്റെ അപ്ലൈന് തരുന്ന കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഇതിൽ വിജയിക്കണമെങ്കിൽ ആളുകൾ വരണല്ലോ, ആളുകളോട് സംസാരിക്കണല്ലോ, ആളുകളെ പരിചയപ്പെടുത്തണല്ലോ, ആളുകളെ ജോയിൻ ചേർക്കണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇയാളെ എത്തുന്ന ഇയാൾ എന്നെ ഉന്തി പുറത്തേക്കാക്കിയിട്ട് ഗേറ്റ് കുറ്റിട്ടു. അപ്പൊ എങ്ങനെ ഒന്ന് മനസ്സൊന്നും അങ്ങോട്ട് പോയെങ്കിലും അപ്പൊ തന്നെ 1 year 1 lakh ക്രൗൺ ഡയറക്റ്റ് നിന്റെ മനസ്സിലേക്ക് വന്നോട്ട് ഞാൻ എന്ത് കാട്ടി, അടുത്ത വീട്ടിലേക്ക് എത്തിങ്ങാണ്ട് ഞാൻ അവിടെ പരിചയപ്പെടുത്തി. ഞാനിങ്ങനെ പകലും അങ്ങനെ മുട്ടി, ഇന്നത്തെ കാലത്ത് ബെല്ലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ അങ്ങനെ മുട്ടിയപ്പോ വായിൽ വന്നിട്ട് ആള് തുറന്നാ എന്തേ ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ട്, ആര്യവേപ്പാണ്, തുളസിയാണ്, ഇങ്ങനെ നോക്കാട്ടോ, പേപ്പർക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയും ആര്യവേപ്പാണ് തുളസിയാണ്, അത്ര അറിയുള്ളൂ, പറയാനും പഠിക്കണുള്ളൂ, ടീമിനെ ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ പ്രൊഡക്റ്റ് കേസിൽ എവിടെ തൃശ്ശൂർ പോയി പ്രൊഡക്റ്റ് കൊണ്ടുവരണം, അത് പിന്നെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യണത് അവിടുന്നാണ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണല്ലോ 2016 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ തുറന്നൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ ഇന്ന സാധനമാണ്, ഫ്ലാക്സ് സൈഡ് ആണ്, ഒമേഗ 3 ആണ്, പറയണൊന്നും വെക്കണില്ല, വെക്കണ സാറേ ഇതിന്റെ ബോട്ടിലും ഒന്ന് നോക്കി നോക്കി.
ഞാൻ 6-ാം ക്ലാസ്സുകാരിയാണല്ലോ. അത് ഞാൻ സാറ് ഫോട്ടോമെന്ന് നോക്കിയൊക്കെ വായിച്ചു നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവിടെ സാറ് അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒരു പ്രൂഫ് തന്നാൽ ഞാൻ നിങ്ങളെ ജോയിനിങ് ആക്കി തരും. ജോയിനിങ് ആയി കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ ഇത് DP റേറ്റിൽ സാധനങ്ങൾ കിട്ടും എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തു. മനസ്സിങ്ങനെ സന്തോഷം വരൽ തുടങ്ങി. ഇയാൾ എന്നോടൊന്ന് ചോദിക്കുന്നുണ്ടല്ലോ, മറ്റുള്ള ആട്ടിക്കല്ലേ. അപ്പൊ അതിങ്ങനെ ചോദിക്കുന്ന കിട്ടിയപ്പോ തന്നെ ഇങ്ങനെ പറയാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാണ് ഞാൻ. ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഇയാൾ ഒരു സോപ്പിന്റെ പിന്നെ സോപ്പ് എടുത്ത് വെച്ചു, ഒരു സെറ്റാറ്റി എടുത്ത് വെച്ചു, ഒരു ഫ്ലാക്സീഡ് ഒമേഗ 3 ഫ്ലാക്സ് ഓയിൽ എടുത്ത് വെച്ചു. അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചെങ്കിൽ ഏകദേശം ഒരു 1500 രൂപന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിലുണ്ട്. സാറേ അത് മുഴുവൻ ഇയാളാണ്ട് എടുത്ത് വെച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അവിടുന്ന് എന്തേ പറഞ്ഞേ ചോദിച്ചു. ഇയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്താണ് 2-3 ട്രെയിനിങ്ങുകളൊക്കെ ഞാൻ അപ്പോഴേക്കും ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും അങ്ങനെ ഇതൊക്കെ ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്കൊരു പോസിറ്റീവ് ഉണ്ട്. ഞാൻ പോസിറ്റീവ് ആയാലേ എനിക്ക് ടീമിന് കിട്ടുള്ളൂ എന്നുള്ള ഒരു പോസിറ്റീവ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് മറച്ചു വെച്ചിട്ട് ഞാൻ എന്താട്ടി ഇതൊക്കെ കൊടുത്തിട്ട് പൈസ ഒക്കെ കിട്ടി, നല്ല സന്തോഷമായി. തിരിച്ചു വരുന്ന വരവിൽ തന്നെ ഇത്ര പോകുന്ന ഫോണിൽ വെച്ചിട്ട് ഞാൻ മിനിമേഡത്തിനെ വിളിക്കണം. മിനിമേഡം എനിക്ക് ഒരാളെ കിട്ടിട്ടോ. അപ്പൊ ഇവിടെ കഴിഞ്ഞ കാര്യം പറഞ്ഞു. അപ്ലയൻസിനോട് എന്ത് വേണമെങ്കിലും പറയാലോ, ലീഡേഴ്സിനോട് പറയാൻ പറ്റില്ല എന്നല്ല. പക്ഷെ ഞാൻ എന്റെ മക്കള് ലീഡേഴ്സിനോടല്ല ഞാൻ പറഞ്ഞത്, അപ്ലൈനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്ന് എനിക്ക് ഒരു ഇതുണ്ടായി മിനിമേഡം. സാറില്ല ആയിഷത്ത, ക്ഷമ പഠിച്ചോനെ. നെല്ലിപ്പലകോളം ക്ഷമ എന്ന് പറയുന്ന ഭൂമിയിൽ ഒരാളുണ്ടെങ്കിൽ അതിന്റെ മിനിമേഡാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ അവസരത്തിൽ ഞാൻ എന്റെ ഗ്രേറ്റ് അപ്ലൈന് അത് സാരല്ല ആയിഷത്ത, അങ്ങനെയൊക്കെ ഇതിൽ വരും. നമുക്കൊരാളെ കിട്ടണ്ടേ, നമ്മളൊരാളോട് പറയണ്ടേ. ഓല് നോ പറഞ്ഞാൽ നമുക്ക് അടുത്ത ആളുണ്ടാവും. ആ മിനിമേഡം എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ മിനിമേഡത്തിനോട് പറഞ്ഞു എന്നുള്ളൂ, അത് വിഷയമൊന്നുമില്ല. അങ്ങനെ അത് പിന്നെ വണ്ടൂര് പോയിട്ട് സാറേ നിങ്ങളോട് പറയാ, ഒരു കീസ് സാധനം എടുത്തങ്ങാണ്ട് വണ്ടൂർക്ക് പോവുകയാണ്. ചെന്നിറങ്ങിയ തന്നെ കീസ് ബസ്സിന്റെ ദീമ കൊളത്തിങ്ങാണ്ട് പൊട്ടി. നമ്മളെ എന്താ പറയാ, എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളെ പച്ച ഷാമ്പു, നമ്മളെ റോസ് ഷാമ്പു, നമ്മളെ ഈ ഷാമ്പുകള് ഒക്കെ എല്ലാ സാധനങ്ങളും മിക്കവാറും സാധനങ്ങളും ഒരൊറ്റ ഉരുളല് ആകെ ഉരുണ്ടുപോയി. സാധനം കീസിലൊന്നുമില്ല, ഒരു കീസ് പോലും വേറെ കീസും ഇല്ല. നമ്മക്ക് ഈ അരി സാധനം കൊണ്ടുവരുന്ന കേസിലിട്ടുങ്ങാണ്ടൊക്കെയല്ലേ അന്നത്തെ കാലത്ത് നമ്മളിത് കൊണ്ടു നടക്കുന്നത്. വേറെ ഒക്കെ പൊട്ടി. ഒരു ഓട്ടോക്കാരൻ പിന്നെ വന്നിട്ട് ഒരു കടയിൽ ആ കടക്കാരന് വന്നിട്ട് ഒരു കീസ് കൊടുക്കുന്നു. നമുക്ക് ആരെങ്കിലും നിമിത്തം നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അയാൾ പാഞ്ഞു വന്നിട്ട് ആ സാരില്ല എന്ന് പറഞ്ഞിട്ട് ഈ റോട്ടിൽ കൂടി പരന്നു പോയ സാധനങ്ങൾ മൊത്തം പെറുക്കിയിട്ട് സാറേ കീസിലിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കാണ്, അവിടേക്കാ പോകണ്ടേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് ഒരു റോഡുണ്ട്, ആളെ പേരൊന്നും എനിക്കറിയുന്നില്ല, ഞാൻ ഇങ്ങനെ ഉണ്ട്, അവിടെ ഞാനൊരു ടീം വർക്കിന് പോവുകയാണ്, അപ്പൊ അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിൽ കയറിക്കൊള്ളിയായിരുന്നു. അതിൽ കയറിയ വീട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ആകെ ഉള്ളത് 10 രൂപയാണ് കയ്യില്. അതിൽ കയറി കഴിഞ്ഞാൽ 10 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്യാഷില്ല. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ നടന്നോളാം, അത് കുഴപ്പമൊന്നുമില്ല, നീ ഞാൻ നടന്നോളാം പറഞ്ഞപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, അത് വേണ്ട, നിങ്ങളെ പിന്നെ എന്റെ ഓട്ടോ കയറി ഞങ്ങളെ കൊണ്ടേ വിട്ടേരാം, എനിക്കറിയാം നിങ്ങളാ ഇന്ന വീട്ടിലേക്കാണ്, നിങ്ങൾ ആ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കൊണ്ടേ വിട്ടേരാം. എന്റെ അടുത്ത് ക്യാഷ് ഇല്ലടാ, അതുകൊണ്ടാണ് ഞാൻ ഓട്ടോയിൽ കയറാത്തെ. അത് സാരല്ല, കേറിക്കൊള്ളിയാണ്. അങ്ങനെ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിട്ടുവന്നു. അപ്പൊ വിട്ടുവന്നപ്പോ എനിക്ക് ശരിക്കും വഴി അറിയില്ല സാറേ, എനിക്ക് വഴി പറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അത് പിന്നെ ഞാനിങ്ങനെ ഒരു പ്രാവശ്യമായിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് പോയതാണ്. പക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ ആ വഴിയും കിട്ടണില്ല. അങ്ങനെ പോയി. അപ്പൊ അവിടേക്ക് നമുക്ക് മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്താണ് ആളുകൾ വന്ന് നമ്മളങ്ങനെ കൊണ്ടുപോകുമല്ലോ ലീഡർമാര്. അങ്ങനെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്ന് കൊണ്ടുപോയി. ഞാൻ അങ്ങനെ അത് പിന്നെ അവിടെ പോയി നന്നായിട്ട് ക്ലാസ് ഒക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവര് ജോയിൻ ചേരാനും തയ്യാറായി. ഞാൻ മീറ്റിങ്ങിലേക്ക് വിളിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ പിന്നെ അന്നൊന്നും ഞമ്മക്ക് ഈ ഓഫീസ് കാര്യങ്ങൾ ഇതൊന്നും ഇല്ലല്ലോ. നമ്മളിങ്ങനെ ലീഡർമാര് കുറച്ചൊക്കെ വരൽ തുടങ്ങിയപ്പോ എന്താണ് ഓരോ ഭാഗത്തേക്ക് വിളിച്ചു വിട്ടും നമ്മളെ പിന്നെ ഓരോ പിന്നെ വേണ്ടപ്പെട്ട ഓരോ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ പിന്നെ വാടകയൊക്കെ കൊടുത്ത് ഇങ്ങനെ വിളിച്ചു കൂട്ടിങ്ങാണ്ട് അവരവിടേക്ക് വിളിച്ചു കൂട്ടും. മീറ്റിങ്ങുകളൊക്കെ ചെറുമട്ടത്തില് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വരാന്നൊക്കെ പറഞ്ഞു, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നതും സാറേ എന്നോട് പറയാ, നമ്മളെ പള്ളിക്കാട്ടേക്ക്
സ്വർണ്ണക്കാട്ടുകാരൻ നീങ്ങിക്കുന്നു. ഇങ്ങോട്ട് പോന്നപ്പോ മൂപ്പത്തേര് പോകുന്നില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ എത്ര ദൂരത്തിൽ ഇങ്ങനെ നടന്ന് ഒരടിയോ കയ്യിലൂടെ ഇങ്ങനെ വരുന്നോടും കൂടെ അങ്ങോട്ടാണ് മാറി. എന്താ പറയാ എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായി കള്ളിമുള്ളും ചെടിയും കല്ലുകളും കണ്ടപ്പോ ഞാൻ പോകുന്ന സ്ഥലം എനിക്ക് മാറിയിരിക്കണമെന്ന് മനസ്സിലായി. പക്ഷെ കരഞ്ഞിട്ട് കാര്യണ്ടോ? അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കരഞ്ഞ ആരെങ്കിലും കേൾക്കുവോ? ഒരു കാട് പിടിച്ച പ്രദേശത്ത് ഞാൻ എത്തിപ്പെട്ടു. കാടാണ്, പള്ളിക്കാടാണെന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റ ഓട്ടം കൂടി താഴോട്ട് കുയിലേക്ക് പോകുമെന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ബിസിനസ്സില് ഉണ്ടോന്നുമില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്റെ ആദ്യത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് സാറേ. അങ്ങോട്ട് തെറ്റി അങ്ങോട്ട് പോയി, നോ പ്രോബ്ലം. ഞാൻ ഇങ്ങനെ ഒരു മതിലിന്റെ അടുത്തൊക്കെ ഇങ്ങനെ എത്തിയിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ എത്തണില്ല. അപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. റോഡുമൊക്കെ എത്തിക്കിട്ടേക്കും. ഏത് ഭാഗത്തേക്ക് എത്തി, എവിടേക്ക് എത്തി, എന്താണ് സ്ഥലം, എവിടെയാണ്, ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ നോക്കി. അപ്പൊ ഞാന് ഇങ്ങനെ നിന്നപ്പോ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കാട്ടിയപ്പോ ഓട്ടോക്കാരൻ എന്റെ കൈ ഇങ്ങനെ കണ്ടിട്ട് നിർത്തി. എന്തോ കുടുക്കിൽ പെട്ടിക്കാണോ, എന്തേലും ജാതി ചെയ്യാൻ വന്നിക്കാണോ, അവന്റെ മനസ്സിൽ പല ചിന്തകളും എന്നോട് പറയുമ്പോ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ പറഞ്ഞു, പൊന്നാര മനേ, ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി വന്നതാണ്, ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ അവിടുന്ന് ഇങ്ങനെ പോകുന്നു, ഞാൻ വഴി തെറ്റി, ഞാൻ ഇതിന്റെ ഉള്ളിൽ പെട്ടതാണ്, എന്നെ നീ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ അതങ്ങനെ കൈ പിടിച്ചിട്ട് എന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ എന്റെ ജീവിതത്തില് എനിക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് കാര്യമാണ് സാറേ അത്. പക്ഷെ കടന്നുപോയി. വീട്ടിൽ വന്നു, ഞാൻ തിരിച്ചു വന്നു, വീട്ടിൽ വന്നു. ഞാൻ എന്റെ ജോലി കാര്യങ്ങൾ, എന്റെ മക്കൾക്ക് ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തിട്ടും, ഞാൻ എന്റെ ടീമിനെ കയ്യിന്ന് മാതിരി വിളിച്ചിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും ഞാൻ തുടർന്നു. നോ പ്രോബ്ലം. വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ സത്യമായിട്ടും അവരെന്ത് പറയും? ഇന്ന് എന്റെ കുട്ടി പോണ്ടട്ടോ. ഹസ്ബൻഡ് സുലൈമാമാക്ക് അങ്ങനെ തന്നെ പറയും. അത്രയും ജീവന് തുല്യം സ്നേഹിക്കുന്ന, പിന്നെ അത്രയും കാണുന്ന ഒരാളാണ്. പിന്നെ മക്കള് പറഞ്ഞാല് മക്കൾക്ക് പിന്നെ അത്രക്ക് മാത്രം ഇതായിട്ടില്ല. പിന്നെ സുലൈമാക്കിയാണെന്ന് വെച്ചെങ്കിലും വല്ലാതെ ഇതിലേക്ക് ഇങ്ങോട്ട് ഇതായിട്ടില്ല. ചെറിയ ചെറിയ തുകകളിലേ കിട്ടുന്നുള്ളൂ. സുലൈമാമാക്കൊക്കെ എന്ന് പറഞ്ഞാല് 7,000 രൂപ എനിക്ക് ചെക്ക് വന്നിട്ടാണ് സുലൈമാമാക്ക് കാര്യമായിട്ട് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ പറഞ്ഞ പിന്നെ എന്നെ വിടൂല. ഇതെന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പിന്നെ അപ്ലൈൻ തരുന്ന മിനിമം തരുന്ന മോട്ടിവേഷനും ആ ഒരു ഇതും ഐത്താത്താന്ന് പറയുന്ന ആ വിളിയും അതെന്റെ മനസ്സിലാണ് വരും. ഞാൻ എഴുതിയ വണിയർ വാങ്ങാനൊക്കെ കണ്ടിട്ട് അതും വരും. അപ്പൊ എനിക്കിത് പറയാൻ തോന്നൂല സാറേ സത്യത്തില്. പിന്നെ വീട്ടുകാരോട് ആരോടും പറയാൻ തോന്നൂല, മക്കളോടും പറയാൻ തോന്നൂല. ഞാൻ അങ്ങനെ വഴികള് തുടർന്നു എന്നുള്ളതാണ്. അതെനിക്ക് മറക്കാനാവാത്ത ഒരു ഇതാണ്. പിന്നീട് എന്റെ ലീഡർ, എന്റെ ലത്തിമാഷ് ഐഷമ്മയുടെ പിന്നെ കരുവാരം കൊണ്ടുവന്ന് ഞാൻ മേലാറ്റൂരൊക്കെ ഓഫീസൊക്കെ ഇട്ട സമയത്ത് അവിടെ അയാളെ കൊടുന്നിരുന്നു കേട്ടോ സാറേ. അതും കൂടി ഞാനിവിടെ എടുത്തു പറയാണ്. അത് പിന്നെ ഇങ്ങോട്ട് പിന്നെ അയാള് ആ ഒരു ഇത് സാറിങ്ങനെ ബിസിനസ് എന്ന് പറഞ്ഞപ്പോ സാറ് അയ്യോ ഫോട്ടോ കാട്ടി കൊടുത്തേക്കാണ്. എന്റെ ഫോട്ടോ കാട്ടി കൊടുത്തേക്ക. അയ്യോ ഇത് പണ്ട് ഇവിടെ കേസൊക്കെ തൂക്കി വന്ന ആ ആളല്ലേന്ന് മാഷോട് ചോദിച്ചു എന്നുള്ളത് പറഞ്ഞ്, പിന്നെ അത് മാത്രല്ല ആൾ എന്റെ മുന്നിലേക്ക് എത്തി എന്നുള്ളതും കൂടി ഞാനിവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ഒക്കെ സാറേ. ശരി. അപ്പോ നമുക്ക് സമയപരിധിയുണ്ട്. ഞാന് ഇനിയൊരു 3 ചോദ്യം കൂടെ അവശേഷിക്കുന്നു. മാഡം കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ടൊന്ന് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ മുന്നേ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കുകയാണ്. ചോദ്യം അവിടെ നിന്ന് മാറിയെന്ന് മാത്രം. മാറിയോ? ഇതുവരെ മാഡം ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ഇപ്പോ പറയുകയാണെങ്കിൽ 4ഓളം കാറുകൾ വാങ്ങി, 2 വീട് വെക്കാൻ സാധിച്ചു. സുലൈമാൻ കാക്കയുടെ, അതായത് മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് ഇപ്പൊ ഒരു ബുള്ളറ്റ് വാങ്ങി സമ്മാനം നൽകാൻ സാധിച്ചു. അപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാഡത്തിന്റെ നേട്ടങ്ങളൊക്കെ മെസ്സേജിലൂടെ. അപ്പൊ ഈ നേട്ടങ്ങളില് മാഡത്തിന് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷം എന്തെന്ന് പറയാമോ? മാഡത്തിന് ഇതുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങളിലെ ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നേട്ടം എന്താണെന്ന് പറയാമോ? അഭിമാനം തോന്നിയ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ മാഡം? ഏ
എങ്ങനെ സാറേ? കേൾക്കുന്നുണ്ട്. കട്ടാവണുണ്ടേ. എങ്ങനെ വോയിസ് ഒന്നും ഇങ്ങനെ കട്ടായി വരുന്നുണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലായില്ല സാറുടെ ചോദ്യം. അതാണ് പറ്റിയത്. ഓക്കെ ഓക്കെ മാഡം, ഞാൻ ചോദിക്കുകയാണ്, മാഡത്തിന് ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോ പറയുകയാണെങ്കിൽ 4 കാറ്, ഇപ്പോ 2 വീടുകൾ സ്വന്തമാക്കാൻ സാധിച്ചു. ഇപ്പോ ഈ അടുത്ത് നടന്ന സുലൈമാൻ കാക്കയുടെ ബർത്ത്ഡേക്ക് മാഡം ഒരു ബുള്ളറ്റ് സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ മക്കൾക്ക് ഐഫോണ്, അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മാഡം പലപ്പോഴായിട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പല നേട്ടങ്ങൾ നേടിയെടുത്തൊക്കെ നമ്മൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇതിലൊക്കെ മാഡത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഏതാണെന്ന് പറയാം? ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ടല്ലോ, അതിൽ എനിക്ക് പിടുത്തം കിട്ടി സാറേ. ഇപ്പൊ പിടുത്തം കിട്ടി. എന്താ പറഞ്ഞെന്ന് ശരിക്കും കറക്റ്റ് ക്ലിയർ ആയില്ല. അതില് എനിക്ക് പറയാനുള്ളത് ഏതാണ് അഭിമാനം കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഗ്രേറ്റ് പിന്നെ എന്താ പറയാ കമ്പനി മാനേജ്മെന്റ്. എന്റെ വീട് ഞാനിപ്പോ 8 മാസമായി പുതിയ വീട്ടിലേക്ക്. 2 വീടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 2ാമത്തെ വീട് പണി കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് അതിന്റെ ആ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളുടെ മാനേജ്മെന്റ് ദീപക് സൂദ് സാറ് വന്നതാണ് സാറേ. എന്റെ ജീവിതത്തിലെ എന്താ പറയാ സന്തോഷം എന്ന് പറയുന്നത്. നമ്മളെ മാനേജ്മെന്റ് ദാരിദ്ര്യരേഖ താഴെ നിന്ന് ആയിഷാത്ത, ആരാന്റെ വീടുകളിൽ ജോലി ചെയ്ത ആയിഷാത്ത, കൊപ്പര വെട്ടാൻ പോയ ആയിഷാത്ത, കാട് വെട്ടാൻ പോയ ആയിഷാത്ത, ഹോട്ടൽ കച്ചവടം ചെയ്ത ആയിഷാത്ത, കുടുംബശ്രീയിൽ നിന്ന് ആയിഷാത്ത, എല്ലാരുടെ മുന്നിലും ദാരിദ്ര്യരേഖ താഴെ നിന്ന് എനിക്ക് കമ്പനി ഹൗസ് ഫണ്ടിലൂടെ എനിക്ക് ഈ ഒരു വീട്, എന്റെ സ്വപ്ന വീടിലേക്ക് എന്റെ മാനേജ്മെന്റ് പാവങ്ങളെ സംരക്ഷിക്കുന്ന നമ്മളുടെ കമ്പനിയുടെ മാനേജ്മെന്റ് ദീപക് സൂദ് സാറ് വന്നതാണ് സാറേ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത് മാത്രം പോലെ അങ്ങനെ സാറ് വരുന്നതും അതിന്റെ ഒപ്പം നമ്മളെ ഗ്രേറ്റ് അപ്ലൈനായ നമ്മളെ അജയ് ശർമ്മ സാറ്, എന്താ പറയാ സാറേ എനിക്കറിയില്ല. ഇതൊക്കെ വരുമ്പോ സന്തോഷം വരുമ്പോഴും എനിക്കിപ്പോ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യത്തെ ഓർക്കുക. കാരണം ഞാന് ഇത്രയും ഈ ഒരു നിമിഷങ്ങളിൽ എനിക്ക് തരാനുള്ളത് നമ്മളെ മാനേജ്മെന്റ് ദീപക് സൂദ് സാറ് വന്നത്, അതുപോലെ തന്നെ ഗ്രേറ്റ് അപ്ലൈനായ അജയ് ശർമ്മ സാറ് വന്നത്, ആ മധുര പലഹാരം എന്റെ കയ്യിലേക്ക് എന്റെ അജയ് ശർമ്മ സാറ് തരുന്നതും, അത് വാങ്ങി ആ ചാവി തിരിക്കുന്നതും, ആ ചാവി തിരിച്ച് അവരിങ്ങനെ കേറുന്നതും, ഇതൊക്കെയാണ് സാറേ എനിക്ക് ഈ ഒരു നിമിഷത്തില് സാർക്ക് തരാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ പിന്നെ കമ്പനി മാനേജ്മെന്റിന് ദീപക് സൂദ് സാർക്ക്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ബാൽ സാർക്ക്, കൺവർമിൻ സാർക്ക്, അതുപോലെ തന്നെ ബ്രാഞ്ച് മാനേജറായ പിന്നെ ജിനി സാറ്, എന്നെ ഈ ഒരു എന്താ പറയാ ഈ മോർണിംഗ് വൈബിലും എനിക്ക് ഈ എന്നെ ഈ ഇന്റർവ്യൂ എടുക്കുന്ന എന്റെ വിഷ്ണു സാറ്, എങ്ങനെ സല്യൂട്ട് ചെയ്യണം എങ്ങനെ പറയണമെന്നൊന്നും സാറ് എനിക്കറിയില്ല. അതുപോലെ തന്നെ നമ്മളെ കമ്പനിയിലെ നമ്മളെ മനീഷ് സാറ്, സ്റ്റാഫുകൾ, ഒരുപാട് ലീഡേഴ്സ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എനിക്ക് എന്താ പറയാ എന്റെ പ്രാർത്ഥനയില് എല്ലാരും ഉണ്ട് എന്നുള്ളതാണ്. എന്റെ ജീവിതം എന്നെ ഈ ഒരു ജീവിതമാക്കി തന്ന വെസ്റ്റീജിനെ ഞാന് എന്താ പറയാ അഭിനന്ദിക്കുന്നു, സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് സാറേ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് തരാനുള്ളത്. എത്ര ലീഡേഴ്സ്, എന്റെ ലീഡേഴ്സ്, അതുപോലെ അപ്ലയൻസ് ആരെങ്കിലും ഒക്കെ വിട്ടു പോയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ക്ഷമിക്കണം. ഈ ഒരു സമയത്ത് സാറേ എനിക്ക് തരാനുള്ളത് മാനേജ്മെന്റ് ഒക്കെ എന്റെ അടുത്ത് വരാന്ന് പറഞ്ഞ പാവപ്പെട്ട എന്റെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞാൽ തീരൂല സാറേ. ഓക്കെ ഓക്കെ മാഡം, ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും എത്രത്തോളം മാഡം കടപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ എല്ലാവരും. വെസ്റ്റേജ് മാഡത്തിന്റെ അപ്ലയൻസിന്, വെസ്റ്റേജ് എന്ന കമ്പനിയെ, വെസ്റ്റേജിന്റെ മാനേജ്മെന്റ് സ്റ്റാഫുകളെ, അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, മാഡത്തിന്റെ താഴെയുള്ള എത്രയോ ഡൗൺലൈൻസിന് ഒക്കെ തന്നെയാണ് മാഡത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്നുള്ളതാണ്. മാഡം ഈ ഒരു അവസരത്തിൽ മറ്റൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. മാഡത്തിന് ഇപ്പോൾ വെസ്റ്റേജിലൂടെ ഇപ്പോൾ WNSL ക്രൗൺ ഡയറക്ടർ എന്നൊരു പൊസിഷൻ വരെയൊക്കെ എത്തി. ഇനി എന്താണ് മാഡത്തിന്റെ ഭാവി പ്ലാനുകൾ? എന്തൊക്കെയാണ് ഭാവി ലക്ഷ്യം എന്തൊക്കെയാണെന്ന് പറയാം? ഇനി എന്റെ പ്ലാൻ എന്ന് പറയുന്നത് എന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഞാനിപ്പോ നമുക്കിപ്പോ പത്തനം പരിപാടി പത്തനം ബോണസുകളും കാര്യങ്ങളും എല്ലാം ആയി. എനിക്ക് ഇനി ഒരു VMCA മെമ്പർ ആവണം. എന്റെ കേരളത്തില് എല്ലാരും ഇപ്പൊ അറിയപ്പെടുന്ന ആളുകളായി, എല്ലാരും അഭിനന്ദിക്കുന്ന ഇതായി. ഇവിടെ എനിക്ക് സാറേ ഒരു VMCA മെമ്പർ ആവണം. ഈ ഒരു ഗോളോട് കൂടിയിട്ടാണ് ഞാന് ഇപ്പൊ മുന്നേറുന്നത്.
ഗോള് എന്റെ ഇനി അടുത്ത ഗോൾ എന്ന് പറയുന്നത് ഒരു VMCM മെമ്പർ ആവുക എന്നുള്ള, കേരളത്തിലെ ആദ്യത്തെ VMCM മെമ്പർ ഞാൻ ആവുക എന്നുള്ള ഒരു ഗോളോട് കൂടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്റെ വോയിസ് കേൾക്കുന്ന ഓരോ ലീഡേഴ്സിനും എനിക്ക് കിട്ടാൻ, പുതിയ ലീഡർമാരൊക്കെ ആണെങ്കിലും 10 ലക്ഷമാണ് വരുമാനം വാങ്ങേണ്ടത്. 10 ലക്ഷം, ഇപ്പൊ ഞാൻ വാങ്ങുന്നത് 7 ലക്ഷമാണല്ലോ. അപ്പോ പിന്നെ 10 ലക്ഷത്തിലേക്ക് എത്തുക, VMCM മെമ്പർ ആവുക, തന്നെയാണ് എന്റെ ഗോള്. തീർച്ചയായും VMC മെമ്പർ അല്ല, അതിന് മുകളിൽ പ്ലാറ്റിനം DUCD എന്ന വിശേഷ കമ്മിറ്റി പുതുതായിട്ട് അവതരിപ്പിച്ച ആ ലെവൽ വരെയും മേഡത്തിന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് അടുത്തൊരു അടുത്ത ഒരു പിന്നെ ടെലിഫോൺ എന്താണ് സാറേ, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ നമുക്ക് പിന്നെ 10ാമത്തെ ബോണസും കാര്യങ്ങളൊക്കെ വന്നപ്പോ കമ്പനി നമുക്ക് എക്സ്ട്രാ ഒരു ഇത് കൂടി തന്നു. അപ്പൊ ഞാൻ DUCD ആയി. അപ്പൊ ഞാൻ ഏറ്റവും മുകളിലെ ഇതിലിങ്ങനെ പോസ്റ്റിൽ ഞാൻ വന്ന് നിൽക്കായിരുന്നു. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടാണ്. ഒരുപാട് ടീമിനായിട്ട് പോകുന്നു, 1 to 1 കാണുന്നു, ഹൗസ് മീറ്റിംഗ് നടക്കുന്നു, ജനറൽ പ്രോഗ്രാമിലേക്ക് എത്തുന്നു. ഞാൻ എല്ലാതും കഷ്ടപ്പെട്ടിട്ടാണ് സാറേ, റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഞാൻ ഈ ലെവലുകളൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഈ VMCM മെമ്പർ 10 ലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞോടുകൂടെ പ്ലാറ്റിനം DUCD ഇതാണ് 25 ലക്ഷം TV വാങ്ങുക. അപ്പോഴേക്കും എന്റെ ലീഡേഴ്സ് ഒക്കെ കടന്നു വരും. ഞാൻ ഈ പറയുന്നതിലേക്ക് എന്നിൽ അപ്പുറത്തേക്ക് കടന്നു വരുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, ഉറച്ച വിശ്വാസം എന്നിലുണ്ട്. ഞാനത് എത്തുന്നുള്ളത് അതിനെന്റെ ലീഡേഴ്സിനോട് ഞാൻ എന്താ തമ്പുരാനോട് ഞാൻ ചോദിക്കുകയാണ്. അത് മാത്രമല്ല, എന്നെ അതിലേക്ക് എത്തിപ്പെടുത്തുന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസം എന്റെ ലീഡേഴ്സിൽ നിന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കൂടി ആലോചിച്ച് ചിന്തിച്ച് വേണ്ടടത്തൊക്കെ പോയിട്ടും മീറ്റിങ്ങുകൾ നടന്നിട്ടും എല്ലാം ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, കുറച്ച് പിന്നെ ഇതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എണീക്കുന്നു, പോകുന്നു, ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ട്. ഞാനത് എനിക്ക് എന്റെ ബ്രെയിനിനോട് ഞാൻ എനി ടൈം ഞാൻ പറയുന്നത്, എനിക്ക് VMCM മെമ്പർ ആവണം, കേരളത്തിലെ VMCM മെമ്പർ ഞാനായിരിക്കണം, അതിന് എന്റെ ലീഡേഴ്സിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ പ്ലാറ്റിനം DUCD ആകുമ്പോ എന്റെ മക്കളെല്ലാവരും ഈ VMCM മെമ്പറിലേക്കും എന്നിലും മുകളിലേക്ക് എത്തുന്നുള്ളത് എനിക്കറിയാം. ഓക്കെ സാറേ. അപ്പൊ എന്തായാലും മേഡം വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഇന്ന് ഇവിടെ കേരളത്തിലുള്ള ലീഡേഴ്സിന്. അപ്പോ മേഡം തീർച്ചയായിട്ടും മേഡം ആഗ്രഹിച്ചതുപോലെ VMCM മെമ്പർ ആവാനും അതിനു മുകളിൽ പ്ലാറ്റിനം DUCD ആകാനും ഒക്കെ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതേ വഴി പിന്തുടർന്ന് തീർച്ചയായിട്ടും മേഡത്തിന് ഡൗൺലൈൻസും അതേ പാത പിന്തുടർന്ന് VMCM മെമ്പർ ആവും. ഇതിന്റെ പ്രാർത്ഥനകളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് മേഡം. ഈ പരിപാടി കാണുന്ന ഒരുപാട് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ പരിപാടി കാണുന്ന ഒരുപാട് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മേഡത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണെന്ന് പറയാമോ? സന്ദേശം ഓക്കെ സാറേ. സന്ദേശം എന്ന് പറഞ്ഞാല് ഇപ്പോ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 6ാം ക്ലാസ്സുകാരിയാണെന്ന് കരുതിയിട്ടോ അങ്ങനെയൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഞാന് വീട്ടിലിരിക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല സാറേ. ഞാൻ എനിക്ക് കഴിയുന്ന 1 to 1 ഹൗസ് മീറ്റിംഗ് പരിപാടി കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് എന്റെ ടീമിന് വേണ്ടിയിട്ടുള്ള ആ ഫോളോ അപ്പ് ഞാൻ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ വോയിസ് കേൾക്കുന്ന ഓരോ പുതിയ മക്കൾക്കും സാധിക്കും. ഇതാണ് എനിക്ക് തരാനുള്ളത്. നിങ്ങൾ ഇതിനെ കമ്പനിനെ നമ്മള് തിരിച്ചറിയുക. കമ്പനിന്റെ ഈ മീറ്റിംഗ് കാര്യങ്ങൾ ട്രെയിനിങ് ഇതെല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനിനെ കുറിച്ച് മനസ്സിലാകും. കമ്പനിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞ് എത്ര നെഗറ്റീവ് ആര് തന്നാലും നമ്മൾ പോസിറ്റീവായി നമ്മൾ നിൽക്കുക. ഈഗോ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഓൾ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, മറിച്ചോൾ ഇത് പറഞ്ഞു, നോ പ്രോബ്ലം. എനിക്ക് ആരെന്നെ എന്റെ മുന്നിൽ വന്നുങ്ങാണ്ട് എന്തെന്നെ തല കുത്തി മറിഞ്ഞാലും എന്റെ ബ്ലഡ് വെസ്റ്റേജ് നോ പ്രോബ്ലം. എനിക്ക് നോ പ്രോബ്ലം. ഒരുപാട് വരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആര് എന്ത് ഇവിടെ പറഞ്ഞോ നോ പ്രോബ്ലം സാറേ. എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ,
ഇനി ഇത് ഇങ്ങനെ കഴിയാ പോവുക, ഇത് അടുത്തിലേക്ക് എത്തുക, ആ ടീം ഉണ്ടാക്കുക, അതിന് വേണ്ട ടീമിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, ഇതന്നെ എനിക്ക് മറ്റുള്ളവർക്ക് ഈ പുതിയ എന്റെ വോയിസ് കേൾക്കുന്ന ഓരോ മക്കൾക്കും ഇന്ന് ഒരുപാട് മക്കൾ പുതുതായിട്ട് ഇവിടെ കയറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് തരാനുള്ള ടേണിംഗ് പോയിന്റ് എന്താ വെച്ചാല് നിങ്ങളിൽ വിശ്വസിക്കുക. ആദ്യം ഞാൻ എന്നെ വിശ്വസിച്ച് ആയതുകൊണ്ടാണ് എനിക്ക് ഇതിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയത്. പിന്നെ കമ്പനിനെ വിശ്വസിക്കുക. പിന്നെ നമ്മൾ എന്താണെന്നോ ആരെ കണ്ടാലും ഞാൻ ഇങ്ങനെ പറയാം, കൈയെത്തും ദൂരത്ത് ആരെ കണ്ടാലും സംസാരിക്കുക. എന്റെ ലീഡേഴ്സ് പറയുന്നതാണ്, ബസ്സിൽ ഓടിക്കളിച്ചുന്ന ആയിഷാത്ത, ട്രെയിനിൽ ഓടിക്കളിച്ചുന്ന ആയിഷാത്ത, സീറ്റ് മാറി കളിക്കുന്ന ആയിഷാത്ത, അങ്ങനെ കുറെ പേരുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. എന്റെ കുട്ടികൾ എന്തിന് പറഞ്ഞാലും വേണ്ടില്ല, എന്റെ ഗോൾ അതായിരുന്നെങ്കിൽ നിങ്ങളുടെ ഗോളും അതായിരിക്കണം. നിങ്ങൾ നേരത്തെ എണീക്കുക. നേരത്തെ എണീച്ചുങ്ങാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മളെ വീട്ടിലെ പണികളും കാര്യങ്ങളും പ്രായമായ ആളുകളോ ഹസ്ബൻഡുമാരോ ഇനി ലേഡീസ് ആണെങ്കിലും ആരാണെന്ന് ലേഡീസ് ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയും, നമുക്ക് ലേഡീസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് അതിനൊരു പ്രത്യേകത കാര്യങ്ങളും കൂടി ഉണ്ട് വേറെ. ചോദ്യം മറന്നുപോയി. ഓക്കെ, ഞാനത് എടുത്തു പറയാം, മനസ്സിലൊക്കെ പാട് നിൽക്കുന്നില്ല. ഞാൻ ഒരു എന്താണ് വുമൺ എംപവർമെന്റിന്റെ പരിപാടി, ചോദ്യം അതന്നെ ആയിരുന്നോ സാറേ? വുമൺ എംപവർമെന്റിന്റെ അതിങ്ങനെ പറയട്ടെ, അതന്നെ ആയിരുന്നോ? അല്ലല്ല, ലീഡേഴ്സിന് മാഡത്തിന് കൊടുക്കുന്നൊരു സന്ദേശമാണല്ലോ, സന്ദേശം. ഓക്കെ. അപ്പൊ ഇത് എന്താണെന്നറിയോ, പലരും പലതും പറയും, നമ്മൾ വിട്ട് പിന്നെ ഇതാക്കാൻ നോക്കും, ഈഗോ കമ്മ്യൂണിക്കേഷൻ വരും. അത് അങ്ങനെയാണ്, അതിന്റെ ഉള്ളിൽ അതാണ്, മറ്റിന്റെ ഉള്ളിൽ ഇതാണ്, ക്യാപ്സ്യൂളിന്റെ അകത്ത് ഇതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ലീഡേഴ്സിന് കൊടുക്കുന്ന ഒരു വാക്കാണ്, ക്യാപ്സ്യൂളിൽ കമ്പനി എഴുതിയത് തന്നെ വരിക. ആ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ തന്നെ അതന്നെയാണ്, ഫ്ലാക്സീഡ് തന്നെയാണ്, ഒമേഗ 3 തന്നെയാണ്, വേറെ ഒന്നും മാറൂല. ആ ഒമേഗ 3 തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന പോലെ തന്നെ നമുക്ക് എന്താണ്, ആര് എന്ത് നെഗറ്റീവ് തന്നാലും നമ്മൾ പോസിറ്റീവായി സംസാരിച്ച് നമ്മളെ ടീമിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. ലീഡേഴ്സ്, നിങ്ങൾക്ക് തരാനുള്ള, പുതുതായി വന്ന മക്കൾക്ക് തരാനുള്ള നിർദ്ദേശം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 7 ലക്ഷത്തിലേക്ക് എത്താൻ എടുത്ത റിസ്കുകള്. അപ്പൊ റിസ്ക്കും പ്രയാസവും പ്രതിസന്ധിയൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിലും തീരുമാനം ഒറ്റ തീരുമാനമാകുക, ഉറച്ചു നിൽക്കുക, ഇതിൽ മുറുകെ പിടിച്ചു നിൽക്കുക. മുറുകെ പിടിച്ചു നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വന്ന ടീമിനെയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ അപ്പ് കൊടുത്ത് നമ്മൾ മുന്നേറുക എന്നുള്ളതാണ് ലീഡേഴ്സിന് എനിക്ക് തരാനുള്ള. ഇന്ന് പുതിയ ഒരുപാട് മക്കള് വെസ്റ്റേജിലേക്ക് കയറി വരുന്നുണ്ടാവും. നിങ്ങൾക്ക് തരാനുള്ള, നിലവിൽ വന്ന ലീഡേഴ്സിന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നെ തിരിച്ചും മറിച്ചും ഞാൻ പറയുന്നുണ്ട്. പക്ഷെ പുതുതായി വന്ന എന്റെ മക്കള്, ഇന്ന് ഈ എന്റെ വോയിസ് കേൾക്കുന്ന മക്കളോട് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ഇതാണ്: നിങ്ങൾ വെസ്റ്റേജിനെ മനസ്സിലാക്കുക, വെസ്റ്റേജ് കമ്പനിനെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വന്ന, നിങ്ങളെ ഇത് പറഞ്ഞു തന്ന അപ്ലൈനെ നിങ്ങൾ പിന്നെ വിശ്വസിക്കുക, നിങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക, കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, മുന്നേറും. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ഓക്കെ മാഡം, ഓക്കെ, താങ്ക് യു സോ മച്ച് മാഡം. അപ്പോ ഒരു ചോദ്യം കൂടെ അവസാനമായി ഞാൻ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവസാനത്തെ ചോദ്യം ഇതാണ്: മാഡത്തിന്റെ ഇതുവരെയുള്ള മുഴുവൻ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്നിപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ലീഡേഴ്സിനും, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒരുപാട് വീട്ടമ്മമാര് ഇന്ന് ഈ ഒരു വെസ്റ്റേജ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കായിട്ടും, അല്ലെങ്കിൽ ലക്ഷോപലക്ഷം വരുന്ന ഒരുപാട് ലീഡേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. ഇവർക്കൊക്കെ ആയിട്ട് മാഡത്തിന് ഒറ്റ വാചകത്തില് ഒരു പ്രചോദനപരമായ ഒരു സന്ദേശം ഞങ്ങൾക്ക് നൽകാനുണ്ടോ? ഉണ്ട് സാറേ. ഞാൻ അതിന് പറയുന്ന ഇടയിൽ ഞാൻ ഒരു കാര്യം സാറ് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്ന് പറഞ്ഞോട്ടെ സാറേ. എന്റെ ജീവിതത്തില് നടന്ന ഒരു സംഭവമാണ്, എനിക്ക് സന്തോഷം കിട്ടിയൊരു കാര്യമാണ്, അതൊന്ന് പറഞ്ഞോട്ട് സാറേ. സാറ് പറഞ്ഞപ്പോ ചോദ്യം എനിക്ക് പിന്നെ മനസ്സിലായില്ല, പക്ഷെ ചോദ്യം ഇപ്പൊ ഉള്ളിൽ കടന്നിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു സാറേ. ഈ ലേഡീസ് ഒരുപാട് ലേഡീസ് കയറി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തരാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഗവൺമെന്റ് പിന്നെ എന്നെ ഉണ്ടായി പിന്നെ വുമൺ എംപവർമെന്റിന്റെ പരിപാടിക്ക് എന്താണ് 8-ന് മാർച്ച് ഡൽഹിയില് എനിക്കത് എടുത്ത് പറയേണ്ട ഒരു ഇതാണ് സാറേ. എല്ലാ കാര്യങ്ങളും പിന്നെ ദാരിദ്ര്യരേഖ താഴെ നിന്നിരുന്ന ആയിഷ താത്താനെ ഗവൺമെന്റ് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് ഈ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്തുങ്ങാണ്ട് എടുത്ത 2 ആള്, ഒന്ന് ഞാൻ, അതുപോലെ തന്നെ ഒന്ന് റൈഹാനത്ത് മേഡം.
നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്റെ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ കേരളത്തിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇടങ്ങേറായ ഞങ്ങളെ രണ്ടുപേരെ വിളിച്ചു. അത് യൂട്യൂബിലൊക്കെ ഉണ്ട്, പുതിയ ലീഡേഴ്സ് ഒക്കെ അതൊക്കെ ഒന്ന് കേൾക്കണം ലീഡേഴ്സ്. അപ്പോ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്ന നിമിഷമാണ് അത്. പിന്നെ സാർ എനിക്ക് തന്നത് ഒറ്റയടിക്ക് ലീഡേഴ്സിന് കൊടുക്കാൻ എന്താണെന്നാണ് സാറ് ചോദിച്ചത്, അല്ലെ ചോദ്യം. അതെ അതെ എന്റെ സാർക്ക് തരാനുള്ള, അല്ലെങ്കിൽ എന്റെ ഈ വോയിസുകൾ കേൾക്കുന്ന ഓരോ മക്കൾക്കും തരാനുള്ള ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗർ സേ ബോലോ ഹം ഹേ വെസ്റ്റീജ്. യെസ്, താങ്ക് യു മാഡം. അതെ തന്നെ, തീർച്ചയായിട്ടും ഗർസെ ബോലോ ഹം ഹേ വെസ്റ്റീജ്. തീർച്ചയായിട്ടും നമ്മൾ അഭിമാനത്തോട് പറയാം ഞാനൊരു വെസ്റ്റീജനാണെന്നുള്ളത്. ആ ഒരു സന്ദേശം തന്നെയാണ് ഇന്ന് ലീഡേഴ്സിനായിട്ട് മാഡത്തിന് അവസാനമായി നിങ്ങളോട് എല്ലാവരും ഷെയർ ചെയ്യാനുള്ളത്. വെസ്റ്റീജിൽ 2016 ചുവട് വെച്ച ആയിഷ മാഡം ഇന്ന് വെസ്റ്റീജിന്റെ യൂണിസിൽ ക്രൗൺ ഡയറക്ടറായി 7 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തിയായി 10 വർഷത്തിന് മുകളിൽ ഇപ്പോൾ വെസ്റ്റീജ് 10 വർഷത്തോളമാകുന്ന വെസ്റ്റീജിൽ ഈ ഒരു ആയിഷ മാഡത്തിന് മുന്നോട്ട് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷങ്ങളായിട്ട് വെസ്റ്റീജിൽ തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായിക്കൊണ്ട് മേഡം മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ മേഡത്തിന് നേടുവാനുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നേടാനായിട്ട് സാധിക്കട്ടെ. സർവേശ്വരൻ മേഡത്തിന് എല്ലാ ആരോഗ്യവും സന്തോഷവും സൗഭാഗ്യങ്ങളും നൽകട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മേഡത്തിന് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതുപോലെ ഞങ്ങൾക്കൊക്കെ ഇനിയും ഇതുപോലുള്ള മീറ്റിങ്ങുകൾ മേഡത്തിന് തരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്, ഇനിയും നമ്മൾ തുടരും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരും ഡേറ്റ് സമയമൊക്കെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയധികം സമയം ചെലവഴിച്ച ഐഷ മാഡത്തിന് വലിയൊരു നന്ദി എല്ലാ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ അറിയിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഐഷ മാഡം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാറേ.